السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. يا رب هيئ لنا من أمرنا رشدا وجعل معونتك الحسنى لنا مددا. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ മദ്രസയുടെ പ്രസിഡന്റ് കെ വീരാൻകുട്ടി സാഹിബ് അവറുകളെ, മദ്രസയുടെ ജനറൽ സെക്രട്ടറി, ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയങ്കരനായ സി കെ ഹംസ സാഹിബ്, നമ്മുടെ സദർ മുഅല്ലിം അബ്ദുറഹ്മാൻ നിസാമി, ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദാറാനി, സുലൈമാൻ ഫൈലി, പ്രിയപ്പെട്ട സി എ അസീസ് പുൽപ്പറ്റ, പ്രിയപ്പെട്ട ഹംസ മന്നാനി, പ്രിയപ്പെട്ട ഫിറോസ് നിസാമി, മദ്രസയുടെ ട്രഷറർ പ്രിയപ്പെട്ട മുണ്ടോടൻ മജീദ് സാഹിബ്, മറ്റു കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പുൽപ്പറ്റ കല്ലച്ചാലിലെ ശോബത്തും മിൻ തഅലീമുസ് സുബിയാൻ മദ്രസയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഏതാനും സമയങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ആത്മീയ നായകൻ, കേരളത്തിൻ്റെ അഭിമാനം പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ്. നിരവധി പ്രഗത്ഭരായ സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ നാട്ടിലെ ദീനിൻ്റെ വെളിച്ചം പരത്താനുള്ള മനോഹരമായ മദ്രസ ഭാവി തലമുറയുടെ ദീനിയായ കാര്യങ്ങൾ, ഈമാനും ഇസ്ലാമും സംരക്ഷിക്കാനും ആത്മീയമായ വഴിയിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാനും നമുക്ക് നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും പുണ്യമായ ഒരു വഴിയായി മദ്രസ എന്ന മനോഹരമായ സംരംഭം ഇവിടെ ഉദ്ഘാടന കർമ്മം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ ഇൻഖതാ അമലുഹു, അവൻ്റെ എല്ലാ അമലുകളും അവസാനിച്ചു പോകും, മുറിഞ്ഞു പോകും. നാം ഓരോരുത്തരും ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ നമ്മുടെ അമലുകൾ, നമ്മുടെ നിസ്കാരവും നോമ്പും ഇബാദത്തും ദിക്റും സ്വലാത്തും ദാനധർമ്മങ്ങളും ഒക്കെ അതോടുകൂടെ അവസാനിച്ചു. ഇല്ലാ മിൻ സലാസ്, 3 വഴികൾ ഒഴികെ നമ്മൾ മരിച്ചാലും മുറിഞ്ഞു പോകാതെ നിലനിൽക്കുന്ന 3 അമലുകൾ, 3 സൽക്കർമ്മങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: സദഖത്തിൻ ജാരിയ, വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, ഇൽമിൻ യുന്തഫഉ ബിഹി. ഈ 3 കാര്യവും ഒരുമിച്ച് കൂടിയ ഒരു മനോഹരമായ സംരംഭമാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞത്. ജാരിയായ സദഖ എന്നത് പള്ളി, മദ്രസ പോലെയുള്ള ദീനിയായ സംരംഭങ്ങൾക്ക് വേണ്ടി വഖഫിന്റെ രൂപത്തിൽ കൊടുക്കുന്ന സദഖകളാണ്. നമ്മുടെ ഈ മദ്രസ ഇവിടെ പുനർനിർമ്മിക്കപ്പെട്ടു. ഈ കെട്ടിടം ഇൽമിനു വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ച റബ്ബിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടു. മദ്രസക്ക് വേണ്ടി വഖഫ് ചെയ്യാറുണ്ട്.
സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ വഖഫ് ചെയ്യാറുണ്ട്, പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യാറുണ്ട്. നമ്മുടെ ഈ മദ്രസ പുനർനിർമ്മിക്കുമ്പോൾ തന്നെ ഇവിടെ ചില സഹോദരന്മാർ ഇതിലേക്ക് സ്ഥലം വിട്ടുതന്നു എന്ന് ഭാരവാഹികൾ പറഞ്ഞു. വളരെ വലിയ ജാരിയായ ഒരു സദഖയാണത്. അള്ളാഹുവിന്റെ ഇൽമിന് വേണ്ടി മദ്രസക്ക് വേണ്ടി സ്ഥലം കൊടുക്കുന്നത്, ബിൽഡിംഗ് കെട്ടുന്നത്, അതിനുവേണ്ടി സാമ്പത്തികമായി സഹായം ചെയ്യുന്നത്, അതിന് ഏതൊക്കെ രൂപത്തിൽ സാധന സാമഗ്രികളോ പണമോ ആഭരണമോ അല്ലെങ്കിൽ നമ്മുടെ അധ്വാനമോ, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ യുവാക്കളും പ്രായമുള്ളവർ പോലും ഈ മദ്രസയുടെ നിർമ്മാണത്തിൽ അവരുടെ അധ്വാനം കൊണ്ട് പങ്കാളികളായി. ജാരിയായ വളരെ വലിയൊരു സദഖയാണ് നമ്മൾ നിർവഹിച്ചത്. അള്ളാഹു ഇതിൽ പങ്കാളികളായ, ഇതിന് സ്ഥലം കൊടുത്ത, സമ്പത്ത് കൊടുത്ത, സദഖ ചെയ്ത എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത് വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. ഈ ഉന്നതമായ നമ്മുടെ സൽക്കർമ്മം ബാക്കിയാകുന്നതിൽ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കൾ, ഇൽമുള്ള ഇബാദത്തുള്ള തഖ്വയുള്ള സ്വാലിഹീങ്ങളായ മക്കൾ, മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, അങ്ങനെയുള്ള മക്കളെ വളർത്തിക്കൊണ്ടുവരാനാണ് ഈ പരിശുദ്ധമായ മദ്രസ. 3 ഇൽമിൻ യുന്തഫഉ ബിഹി നാഫിആയ ഇൽമ്. ആ ഇൽമ് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള കേന്ദ്രമാണ് മദ്രസ. അപ്പോൾ നമ്മുടെ മരണാനന്തരം നമ്മുടെ ഖബറിലേക്ക്, പരലോകത്തേക്ക് അണമുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലത്തിന്റെ 3 കൈവഴികൾ, മരിച്ചാലും മുറിഞ്ഞു പോകാത്ത അമലായി 3 കാര്യം മുത്തനബി പരിചയപ്പെടുത്തി. അത് 3ഉം ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ കേന്ദ്രമാണ് ഈ ഇൽമിന്റെ കേന്ദ്രം, ഈ മദ്രസ. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. സദഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സദഖയാണ് ഇൽമിന് വേണ്ടിയുള്ള സദഖ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സദഖകളെ പരിചയപ്പെടുത്തി. അള്ളാഹുവിന്റെ മാർഗത്തിൽ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി സദഖ കൊടുക്കുന്നത്, നല്ല കാര്യങ്ങൾക്ക്, പാവങ്ങൾക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, രോഗികൾക്ക്, യതീമുകളായ ആളുകൾക്ക് പല രൂപത്തിലുള്ള സദഖകളെ, പരലോകത്ത് വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന സദഖകളെ പരിചയപ്പെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സദഖ ഇൽമിന് വേണ്ടിയാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ആ ഹദീസുകളൊക്കെ ഒരുമിച്ച് കൂട്ടി 10 തരത്തിലാണ് സദഖകൾ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വ്യത്യസ്തമായ സദഖകൾ 10 തരത്തിലാണ് സദഖ. അതിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സദഖ മദ്രസക്ക് വേണ്ടി, ഇൽമിന് വേണ്ടി, അള്ളാന്റെ ഇൽമ നിലനിർത്താൻ, പഠിക്കാൻ, പഠിപ്പിക്കാൻ പള്ളിക്ക് കൊടുക്കുന്ന സദഖയേക്കാൾ, സത്യത്തിൽ പള്ളിക്ക് കൊടുക്കുന്ന സദഖ വളരെ വളരെ വലുതാണ്. അള്ളാഹുവിന്റെ ഭവനമാണ്. രാജാതിരാജനായ റബ്ബിന്റെ മാർഗത്തിൽ മൻ ബനാ ലില്ലാഹി മസ്ജിദ ബനല്ലാഹു ലഹു ബൈത്തുൻ ഫിൽ ജന്ന. സുഖലോക സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ കൊട്ടാരങ്ങളാണ്, സ്വർഗീയ ഭവനങ്ങളാണ്. അള്ളാഹുവിന് വേണ്ടി പള്ളി നിർമ്മിച്ചു കൊടുത്താൽ തിരിച്ചു കിട്ടുന്നത് പള്ളിക്ക് സദഖ കൊടുത്താൽ. പക്ഷേ അതിനേക്കാൾ വളരെ വലിയ പ്രതിഫലം ഇൽമിന്, മദ്രസക്ക്. കാരണം പള്ളികൾ ഹയാത്താവാൻ, പള്ളിയിൽ നിസ്കാരവും ഇഅ്തികാഫും വുളൂഉം ഖുർആൻ പാരായണവും, പള്ളിയിൽ നടക്കേണ്ട അമലുകൾ, ജുമുഅയും ജമാഅത്തും, അതെല്ലാം നടക്കണമെങ്കിൽ ഇൽമുള്ള തലമുറകൾ വേണം, ഇൽമുള്ള ആളുകൾ വേണം. നമ്മുടെ മദ്രസകൾ അതിനു വേണ്ടിയാ. ഇൽമു പഠിപ്പിക്കാനാ, നിസ്കാരം പഠിപ്പിക്കാനാണ്, ഖുർആൻ പഠിപ്പിക്കാനാണ്, ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പഠിപ്പിക്കാനാ. അതുകൊണ്ടാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു സദഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സദഖ, ലക്ഷക്കണക്കിന് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന സദഖ, ഇൽമിന് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ഇൽമിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മദ്രസക്ക് വേണ്ടി സ്ഥലം കൊടുത്തവർ, അതിനുവേണ്ടി സംഭാവനകൾ കൊടുത്തവർ, സാധന സാമഗ്രികളും ആഭരണങ്ങളും കൊടുത്തവർ, അധ്വാനം നൽകിയവർ, പ്രവർത്തിച്ച കമ്മിറ്റി ഭാരവാഹികൾ, എല്ലാവർക്കും ഏറ്റവും വലിയ ജാരിയായ സദഖയുടെ ലക്ഷക്കണക്കിന് ഇരട്ടി പ്രതിഫലം ഖബറിലും മഹ്ശറിലും സ്വർഗത്തിലും കിട്ടുന്ന ഉന്നതമായ സദഖകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം ദുആ ചെയ്യണം. പിന്നെയോ ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കൾ, തലമുറകൾ നമുക്ക് നിലനിൽക്കണം. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം.
റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ അല്ലാഹു പറഞ്ഞ ദുആയാണ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല ദുആകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ദുആകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തഹിയ്യാത്തിൽ നിസ്കാരത്തിൽ നിങ്ങൾ ഇന്ന ദുആയാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. രണ്ട് സുജൂദിന്റെ ഇടയിൽ ഈ ദുആയാണ് നടത്തേണ്ടത് എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ല. അതൊക്കെ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ ഖുർആനിൽ വന്ന അപൂർവം പ്രാർത്ഥനകൾ, ഖുർആനിൽ വന്ന അപൂർവം ദുആകൾ, അതിലൊന്നാണ് മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, എന്റെ ചെറുപ്പത്തിൽ ഞാൻ കുഞ്ഞു മോനായിരിക്കുമ്പോ, പൊന്നു മോളായിരിക്കുമ്പോ എന്റെ ഉമ്മയും ഉപ്പയും എന്നെ എങ്ങനെയാ സ്നേഹിച്ചത്, എന്നോട് എങ്ങനെയാണ് പെരുമാറിയത്. ദുആ ചെയ്യുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഏറ്റവും നല്ല ഇളം പ്രായമാണ്. പ്രസവിച്ചത് മുതൽ മുലകുടിപ്രായം, കുഞ്ഞുകാലം, ഏറ്റവും ചെറിയ പ്രായം മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. 7 വയസ്സ് വരെയുള്ള കുട്ടികൾ രാജാക്കന്മാരാ. 7 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ. കാരണം മാതാപിതാക്കള് അവർക്ക് എല്ലാം ഖിദ്മത്ത് ചെയ്യാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവരെ കുളിപ്പിച്ചു കൊടുക്കാൻ, അവർക്ക് വസ്ത്രം മാറ്റിക്കൊടുക്കാൻ, ചെരുപ്പിട്ട് കൊടുക്കാൻ, അവരെ കിടത്തി ഉറക്കാൻ, അവരെ എല്ലാ കാര്യത്തിനും അവർക്ക് മാതാപിതാക്കളാണ് കുഞ്ഞുമക്കൾക്ക് വാഹനങ്ങൾ. അവരുടെ തോളത്തും മൊക്കത്തും ഏത് കാര്യത്തിനും ഉമ്മയും ഉപ്പയും ആ കുഞ്ഞുമക്കളുടെ അവര് രാജാക്കന്മാരെ പോലെ, മാതാപിതാക്കൾ അവരുടെ ഖാദിമീങ്ങളെ പോലെ ഏറ്റവും നിഷ്കളങ്കമായ സ്നേഹം. ഒരുപക്ഷെ വലുതായപ്പോ, മുതിർന്നപ്പോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. മാതാപിതാക്കളും മക്കളും തമ്മിൽ ചിലപ്പോൾ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, അഭിപ്രായാന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുമ്പോ അതെല്ലാം മറന്ന് ഓർക്കേണ്ടത് റബ്ബേ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുമ്പോ എന്റെ മുലകുടി പ്രായത്തിൽ എന്റെ ഉമ്മ എങ്ങനെയാ താലോലിച്ച് വളർത്തിയത്, എനിക്ക് വേണ്ടി ഉറക്കൊഴിച്ചത്, എന്റെ മലമൂത്ര വിസർജ്യങ്ങൾ വൃത്തിയാക്കിയത്, എന്നോട് സ്നേഹത്തോടെ പെരുമാറിയത്, അറപ്പും വെറുപ്പും ഉണ്ടാകേണ്ട ദുർഗന്ധം വമിക്കുന്ന എന്റെ മലത്തിന്റെയും മൂത്രത്തിന്റെയും മുന്നിൽ അത് കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് ഒന്ന് മൂക്ക് പൊത്തിപ്പിടിക്കുക പോലും എന്റെ ഉമ്മ ചെയ്തിട്ടില്ല, എന്റെ ഉപ്പ ചെയ്തിട്ടില്ല. ഏറ്റവും വലിയ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ഏറ്റവും വലിയ കൃപയോടെ, കാരുണ്യത്തോടെ അവരെന്നോട് കുഞ്ഞുനാളിൽ പെരുമാറി അതേപോലെ തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, അത് കഴിയുകയുമില്ല. റബ്ബേ, അവരോട് നീ കാരുണ്യം ചെയ്യണേ അല്ലാഹ്. എന്റെ ഉമ്മയോട് ഉപ്പയോട് ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചുപോയവരാവട്ടെ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ അല്ലാഹു തന്നെ പറഞ്ഞു, ഇങ്ങനെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. മാതാപിതാക്കളോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാട്. നമ്മുടെ മദ്രസകളിലെ ഓരോ പാഠപുസ്തകങ്ങളിൽ അഖ്ലാഖിലെ പാഠഭാഗങ്ങൾ ഉമ്മയോടുള്ള കടപ്പാട്, ഉപ്പയോടുള്ള കടപ്പാട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. എന്തിനാണ് നമ്മുടെ മദ്രസ, എന്തിനാണ് മദ്രസയിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബിയോട് ഒരു സഹാബി ചോദിച്ചു, നബിയെ, ആരോടാ ഏറ്റവും വലിയ കടപ്പാട്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മക്ക, നിന്റെ ഉമ്മയോട്. സുമ്മമൻ, പിന്നെ ആരോട് നബിയെ? അപ്പോഴും പറഞ്ഞു ഉമ്മക്ക. 3 തവണ പറഞ്ഞു ഉമ്മയോട്. 4ാമത്തെ ചോദ്യത്തിനാണ് അബാക്ക, നിന്റെ ഉപ്പയോട് എന്ന് ഉത്തരം പറഞ്ഞത്. ആ ഹദീസിനെ വ്യാഖ്യാനിച്ച് മഹാന്മാര് പറയുന്നുണ്ട്, എന്തേ 3 തവണ ഉമ്മയുടെ കാര്യം പറയാൻ കാരണം? 9 മാസക്കാലത്തിലധികം വേദനയുടെയും യാതനയുടെയും ഗർഭകാലം വയറ്റിൽ നിന്നെ ചുമന്ന് താങ്ങി നടന്ന് പലതരത്തിലുള്ള ശാരീരിക മാനസികമായ പ്രയാസങ്ങൾ സഹിച്ച്, ഒരുപാട് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് മാസങ്ങൾ നിന്നെ ഗർഭത്തിൽ ചുമന്ന് നടന്നു ഉമ്മ.
അത് ഉപ്പ സഹിച്ചിട്ടില്ല, പിതാക്കന്മാർ ആ വേദന സഹിച്ചിട്ടില്ല. മരണവേദന പോലെ എന്ന് പറഞ്ഞ പ്രസവ വേദന നൊന്ത് പെറ്റു നിന്നെ പേറ്റുനോവ് അനുഭവിച്ചു സഹിക്കാൻ കഴിയാത്ത ആ വേദന നിനക്ക് വേണ്ടി ഉമ്മ സഹിച്ചു. മൂന്നാമത് 2 കൊല്ലക്കാലം നിന്നെ മുലയൂട്ടി വളർത്തി, രാവും പകലും നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, നിന്നെ മുലയൂട്ടി താലോലിച്ച് വളർത്തി. ഈ 3 കാര്യം തിരിച്ചു കൊടുത്താൽ, എന്ത് പകരം കൊടുത്താലും പകരമാവാത്ത നിനക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 കർമ്മങ്ങൾ ഉപ്പമാർക്ക് ചെയ്യാൻ കഴിയാത്തത് ഉമ്മമാര് ചെയ്തു. ലോകത്ത് ഏതെങ്കിലും മതപ്രവാചകന്മാരോ ഏതെങ്കിലും മതാധ്യക്ഷന്മാരോ ഏതെങ്കിലും മതാചാര്യന്മാരോ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന്. സ്വർഗം എവിടെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഉമ്മമാരെ, മക്കൾക്ക് സ്വർഗം നിങ്ങളുടെ കാലിന്റെ ചുവട്ടിലാണെന്ന് പറഞ്ഞാൽ ആ ഉമ്മയോടുള്ള കടപ്പാട് തീർത്താൽ തീരാത്ത കടപ്പാട്. അതേപോലെ ഉപ്പയോടുള്ള കടപ്പാട്. മഹാന്മാരായ സ്വഹാബിമാര് അതിന്റെ ഒക്കെ അത്ഭുതകരമായ ചരിത്രങ്ങൾ നിരവധി പറഞ്ഞു. ആ വിഷയം മാത്രം പറഞ്ഞാൽ വഅദ് ഒരുപക്ഷെ അങ്ങനെ തന്നെ നീണ്ടുപോകും. ഉമ്മയോട് ഉപ്പയോട് കടപ്പാടുള്ള, നല്ല സ്വഭാവമുള്ള, അദബുള്ള ആ മക്കളെ വളർത്തിക്കൊണ്ടുവരികയാണ് മദ്രസകൾ. അതുകൊണ്ട് തന്നെ അവര് മരിച്ചുപോയാൽ, മാതാപിതാക്കൾ മരിച്ചുപോയാൽ ആ മക്കളെ ദുആ ചെയ്യും. ഉമ്മയും ഉപ്പയും മരിച്ചുപോയാൽ അവരോടുള്ള കടപ്പാട് അവസാനിക്കുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെ, നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കളോട് കടപ്പാടുണ്ട്. ഉമ്മയും ഉപ്പയും മരിച്ചുപോയിട്ടുണ്ട്, എന്നാലും ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാന്റെ റസൂല് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഖബറാളികളാണ് ഏറ്റവും വലിയ ആവശ്യക്കാർ. വെള്ളത്തിൽ മുങ്ങിത്താഴുന്നവരെ പോലെ ആ ഖബറാളികൾ. ജീവിച്ചിരിക്കുന്ന മക്കളുടെ ദുആ, അവരുടെ പ്രാർത്ഥന, അവരുടെ നല്ല കാര്യങ്ങൾ, മരിച്ചുപോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ, അനന്തരാവകാശികൾ, മക്കൾ എന്ത് ചെയ്യുന്നുവോ അത് കാത്തിരിക്കുകയാണ് ഖബറാളികൾ. അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തും ഖബറിലും നാളെ സുഖലോക സ്വർഗത്തിലും ഏറ്റവും ഉപകാരപ്പെടുന്ന പുണ്യകർമ്മമാണ് നാഫിയായ ഇൽമ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന കേന്ദ്രമാണ് പരിശുദ്ധമായ മദ്രസ. ആ മദ്രസയാണ് നമ്മുടെ ഈ നാടിന് വേണ്ടി, ഈ കല്ലച്ചാൽ മഹല്ലിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ ആത്മീയ നായകൻ ഇന്ന് ഔദ്യോഗികമായി തുറന്നു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 9693 മദ്രസകൾ, 9693 മദ്രസകൾ, 12 ലക്ഷത്തിലധികം വരുന്ന കുഞ്ഞുമക്കൾ ഓരോ ദിവസവും നേരം പുലർന്നാൽ മദ്രസയിലേക്ക് പോകുന്നു. നമ്മൾ വളരെ ചിന്തിക്കണം. നമ്മുടെ ഈ റേഞ്ചിൽ, അതേപോലെ ഈ മലപ്പുറം ജില്ലയിൽ 100 കണക്കിന് റേഞ്ചുകൾ, 1000കണക്കിന് മദ്രസകൾ. മലയാളികളായ കുഞ്ഞുമക്കൾക്ക് ഇൽമു പഠിക്കാൻ, മതപഠനം നടത്താൻ 9693 മദ്രസകൾ. ആ ഓരോ മദ്രസകളും 200, 300, 100, 150 ഒക്കെ കുട്ടികളുള്ള മദ്രസകൾ. 1 ലക്ഷത്തോളം വരുന്ന അധ്യാപകർ. നേരം പുലർന്നാൽ ഞാൻ പറഞ്ഞല്ലോ 12 ലക്ഷത്തിലധികം വരുന്ന കുഞ്ഞുമക്കൾ ഇതേപോലെ മനോഹരമായ മദ്രസകളിലേക്ക് കടന്നു വരുന്നു. അവര് സൂറത്തുൽ ഫാത്തിഹ ഓതി ഇൽമിന്റെ പഠനം തുടങ്ങുന്നു, ഖുർആൻ ഓതുന്നു, ഹദീസ് പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു, ഫിഖ്ഹ് പഠിക്കുന്നു, അഖീദ പഠിക്കുന്നു, അഖ്ലാഖ് പഠിക്കുന്നു, തജ്വീദ് പഠിക്കുന്നു, താരീഖ് പഠിക്കുന്നു. 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സിലബസിലായി ഈ 12 ലക്ഷം കുഞ്ഞുമക്കൾ ഇന്ന് പഠിച്ചു വളർന്നുകൊണ്ടിരിക്കുകയാ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 40 ലക്ഷത്തിലധികം വരുന്ന പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. 5-ാം ക്ലാസ്സിൽ ഈ സദസ്സിൽ തന്നെ 5-ാം ക്ലാസ് പാസ്സായ കുട്ടികൾ, 7-ാം ക്ലാസ് പാസ്സായവർ 40 ലക്ഷം സർട്ടിഫിക്കറ്റുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിദ്യാഭ്യാസ ബോർഡ് വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 12 ലക്ഷത്തോളം വരുന്ന കുഞ്ഞുമക്കൾ മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര വലിയ നിഅമത്താണ്! നിങ്ങൾ നോക്ക്, 12 ലക്ഷം കുട്ടികൾ ഓരോ ദിവസവും നേരം പുലർന്നാൽ
ഇൻഷാ അല്ലാഹ് നാളെ നേരം പുലർന്നാൽ അവര് ഫാത്തിഹ ഓതി ഇൽമ് പഠിച്ച് അവര് 3 സ്വലാത്ത് ചൊല്ലി, സെക്കൻഡുകൾ മതി 3 സ്വലാത്ത് ചൊല്ലാൻ. ആ 3 സ്വലാത്ത് ചൊല്ലി പിരിയുമ്പോ 36 ലക്ഷം സ്വലാത്ത് പരിശുദ്ധമായ മദീന മുനവ്വറയിലേക്ക് എത്തുകയാണ്. അതിന്റെ ഒക്കെ ഫضل നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ച സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ 70 റഹ്മത്തുകൾ ഭൂമിയിലേക്ക് ഇറക്കി തരുമെന്ന്. പടച്ച റബ്ബ് അവന്റെ 70 റഹ്മത്തുകൾ ഈ ഭൂമിയിലേക്ക് ഇറക്കി തരുമെന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നവർക്ക് പ്രത്യേകമായ ഖബൂലിയത്ത് കൊടുക്കുമെന്ന് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു. ഏത് സ്വലാത്ത്? നമ്മൾ സാധാരണ ചൊല്ലുന്ന ചെറുപ്പത്തിലെ പഠിച്ച ഒരു 3 സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ചൊല്ലും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ദിവസവും 12 ലക്ഷം കുട്ടികൾ എല്ലാവരും സ്വലാത്ത് ചൊല്ലുകയാണ്. പുണ്യമായ മദീനയിലേക്ക് ഈ കേരളക്കരയിൽ നിന്ന് 36 ലക്ഷം സ്വലാത്ത് എത്തുന്നു. എത്ര വലിയ പുണ്യകർമ്മമാ! സെക്കൻഡുകളെ കൊണ്ട് അതിന്റെ മാത്രം പ്രതിഫലം ചിന്തിച്ചാൽ പോരെ. എന്താണ് മദ്രസ? എന്താണ് മദ്രസ പ്രസ്ഥാനം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് പുണ്യമായ റബീഉൽ ആഖിറ. ഈ റബീഉൽ ആഖിറിന്റെ ആദ്യത്തെ ഞായറാഴ്ച ബഹുമാനപ്പെട്ട സമസ്ത ആഹ്വാനം ചെയ്ത് എല്ലാ മദ്രസകളും കേന്ദ്രീകരിച്ച് പ്രാർത്ഥനാ ദിനം നടത്തി. യൗമുദ് ദുആ സമസ്ത മദ്രസകളിലൂടെ ഓരോ ദിനങ്ങൾ കൊണ്ടാടാറുണ്ട്, ഓരോ ദിനങ്ങൾ ആചരിക്കാറുണ്ട്. അതിലൊന്നാണ് പ്രാർത്ഥനാ ദിനം. എന്തിനാ പ്രാർത്ഥനാ ദിനം? ഒരു ദിവസം ഒരേ സമയത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ, ഈ 12 ലക്ഷം കുഞ്ഞുമക്കള്, 1 ലക്ഷത്തോളം ഉസ്താദുമാര് എല്ലാ മദ്രസകളിലും അവര് യാസീൻ ഓതി, ദിക്റുകൾ ചൊല്ലി, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്തു. മദ്രസയുടെ അഹ്ലുകാര്, മദ്രസ തുടങ്ങിയവര്, അതിന് സ്ഥലം കൊടുത്തവര്, കെട്ടിടം പണിതവര്, സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തവര്, പഠിപ്പിച്ച ഉസ്താദുമാര്, നേതൃത്വം നൽകിയ മഹാന്മാരായ ഉലമാക്കള്, സമസ്തയുടെ ആലിമീങ്ങള്, സാദാത്തുക്കൾ, മഹാന്മാരായ നേതാക്കൾ, മദ്രസയും ഇൽമും വിദ്യാഭ്യാസ ബോർഡും അതുമായി ബന്ധപ്പെട്ട് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ ദിനം നമ്മുടെ മദ്രസകളിൽ നടത്തുന്ന സമസ്തയുടെ ആഹ്വാനമാണ്. നമ്മളൊക്കെ മരിച്ചുപോയാൽ ഒരുപക്ഷെ ഇനി നമ്മുടെ മക്കള് ദുആർക്കാനില്ലെങ്കിൽ പോലും ചില ആളുകളൊക്കെ സങ്കടപ്പെടാറുണ്ട്. എനിക്ക് മക്കളില്ല, ഞാൻ മരിച്ചുപോയാൽ ദുആ ചെയ്യാൻ മക്കളില്ല, പേരക്കുട്ടികളില്ല. പക്ഷേ നിങ്ങൾ സങ്കടപ്പെടണ്ട. അള്ളാന്റെ ഈ പുണ്യമായ കേന്ദ്രത്തെ മദ്രസയൊക്കെ സഹായിച്ചവരാണെങ്കിൽ മദ്രസയിൽ ലക്ഷക്കണക്കിന് മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. കാരണം എല്ലാ വർഷവും ഈ പ്രാർത്ഥനാ ദിനം നടന്നുകൊണ്ടിരിക്കുന്നു. സമസ്തയുടെ ആഹ്വാനമാണ്. നമ്മൾ ഇവിടെ പ്രകാശനം ചെയ്ത, ഇവിടെ പുറത്തിറക്കിയ ഈ സപ്ലിമെന്റിൽ ഈ മദ്രസയുടെ മുൻഗാമികളായ കാരണവന്മാരുടെ മരിച്ചുപോയ ആളുകളെ, അവരുടെ ചിത്രം ഞാൻ കണ്ടു. അവരുടെ ഒക്കെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. അതേപോലെ ഈ മദ്രസക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, അവർക്കൊക്കെ ഈ പ്രാർത്ഥനാ ദിനത്തിന്റെ, അത് നമ്മുടെ മദ്രസയിൽ മാത്രമല്ല എല്ലായിടത്തും നടക്കുന്നതാണ്. എല്ലാ മദ്രസകളും ഉണ്ടാക്കിയവർക്ക്, ആ മദ്രസയുടെ ഖാദിമീങ്ങൾക്ക് അന്ന് ദുആ ചെയ്യുന്നു. പിന്നെ മറ്റൊരു ദിനം മദ്രസ നടക്കാറുണ്ട്, അധ്യാപക ദിനം, മുഅല്ലിം ഡേ. എന്താണ് അന്ന് നടക്കുന്നത്? അന്നും ഇതേപോലെ തന്നെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ദുആ. കഴിയുകയാണെങ്കിൽ സമസ്ത ആഹ്വാനം ചെയ്തത് ഓരോ മഹല്ലിലെ ഖബർസ്ഥാനിൽ പോയി, ആളുകൾ കിടക്കുന്ന മഖബറയിൽ പോയി, അവിടെ ഉസ്താദുമാരും കുട്ടികളും ഒക്കെ ഒന്നിച്ചു പോയി അവിടെ വെച്ച് യാസീൻ ഓതി, ഖുർആൻ ഓതി ഖബറാളികൾക്ക് വേണ്ടി സിയാറത്ത് ചെയ്ത് ദുആ ചെയ്യണമെന്ന. അൽഹംദുലില്ലാഹ്, എത്ര വലിയ നിഅമത്താ. റബീഉൽ അവ്വൽ വരുമ്പോ ഇന്ന് മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഴ്ചതോറും ഹദ്ദാദിന്റെ സദസ്സുകൾ നടക്കുന്നു, അതേപോലെ മജ്ലിസുൻ നൂറിന്റെ സദസ്സുകൾ നടക്കുന്നു. മദ്രസകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള ആത്മീയമായ സദസ്സുകൾ, ദിക്റിന്റെയും സലാത്തിന്റെയും മജ്ലിസുകൾ, ഇതിലൊക്കെ മദ്രസയുടെ അഹ്ലുകാരും മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയുള്ള ദുആ നടന്നുകൊണ്ടിരിക്കുകയാ. അൽഹംദുലില്ലാഹ്, ഇതിനു വേണ്ടി നമ്മളൊരു നാണയത്തൊട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ മുകൾ ഭാഗത്ത് ഇനിയും പണി പൂർത്തിയാവാനുണ്ട്. അല്ലാഹു നമുക്കൊക്കെ സഹായിക്കാനും അളവറ്റ പ്രതിഫലം കിട്ടുന്ന വളരെ വലിയ പുണ്യകർമ്മത്തിലേക്ക് സദഖ ചെയ്യാനും അതിന്റെ പണി മുഴുവനായി പൂർത്തിയാക്കി
മനസ്സിലാക്കാനും എത്രയും പെട്ടെന്ന് നമുക്കും ഭാരവാഹികൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇൽമിന്റെ സദസ്സ് സ്വർഗ്ഗ പൂങ്കാവനമാണ് എന്നാണ്. ഇൽമിന്റെ മജ്ലിസ് സ്വർഗ്ഗ പൂങ്കാവനം പോലെ എന്നല്ല. ഇൽമിന്റെ സദസ്സ് കറൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നല്ല. ഇൽമിന്റെ സദസ്സ് റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗ്ഗ പൂങ്കാവനമാണ്. നമ്മളിപ്പോ ഒരു ഇൽമിന്റെ മജ്ലിസിലാ. ഇത് ഏതാനും സമയം കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്ത് സ്വലാത്ത് ചൊല്ലി പിരിഞ്ഞു പോകും. എന്നാൽ മദ്രസയോ ഈ ക്ലാസ് റൂമുകൾ എല്ലാ ദിവസവും ഇൽമിന്റെ കേന്ദ്രമാണ്. എല്ലാ ദിവസവും ഇത് മജ്ലിസുൽ ഇൽമാണ്. അതല്ലേ മദ്രസയുടെ പ്രത്യേകത? എല്ലാ ദിവസവും മദ്രസ മജ്ലിസുൽ ഇൽമാണ് എന്ന് പറഞ്ഞാൽ മദ്രസ സ്വർഗ്ഗ പൂങ്കാവനമാണ്. റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമു പഠിക്കുന്ന കുട്ടികൾക്ക് റഹ്മത്തിന്റെ മലായികത്ത് തണലിട്ട് കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് സ്വർഗ്ഗ പൂങ്കാവനമാണ്. നമ്മൾ സഹായിച്ചത്, നമ്മൾ സദഖ ചെയ്തത്, നമ്മൾ സദഖ കൊടുക്കുന്നത് സ്വർഗ്ഗ പൂങ്കാവനത്തിന് വേണ്ടിയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. റഹ്മത്തിന്റെ മലായികത്ത് തണലിട്ട് തരുന്ന, അവരെ ദുആ ചെയ്യുന്ന, അവരാമീൻ പറയുന്ന ഈ വളരെ വലിയ പുണ്യകർമ്മങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യമായ ഒരു സദസ്സ്. അൽഹംദുലില്ലാഹ്, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ, ഈ സമ്മേളനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ, സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികൾ, ആവേശത്തോടെ ഓടി നടന്ന വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാര്, സഹായിച്ച ഉമ്മറങ്ങന്മാര്, എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള മദ്രസയാണ് ഇവിടെ. ഇൻഷാ അല്ലാഹ് നമുക്കത് +2 വരെ ഉയർത്താൻ കഴിയണം. ഭാരവാഹികൾ, ഉസ്താദുമാർ അതിനു വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചിന്തിക്ക്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ കാലങ്ങളായി ആലോചിച്ച് വളരെ കൃത്യമായി പഠനം നടത്തി നമ്മുടെ കുഞ്ഞുമക്കളുടെ അവരുടെ പ്രായവും അവരുടെ പക്വതയും അവരുടെ സമയവും ശരീഅത്തിന്റെ നിയമങ്ങളും അതേപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളും എല്ലാം കൃത്യമായി പരിഗണിച്ചുകൊണ്ടാണ് 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. 1-ാം ക്ലാസ്സിൽ ആദ്യത്തെ പാഠപുസ്തകത്തിൽ നമ്മുടെ മക്കൾക്ക് അദബുൻ എന്നുള്ള ആദ്യത്തെ പാഠം നമ്മൾ പഠിപ്പിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഒന്നാമതായി ഇപ്പോൾ നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം അദബുൻ എന്നുള്ള മനോഹരമായ പാഠമാണ്. അലിഫ് എന്ന അക്ഷരം പഠിപ്പിക്കാനാണ് ആ പാഠം പഠിപ്പിക്കുന്നത് എങ്കിൽ പോലും കുട്ടികൾ പോലും പറയാറുണ്ട്, ആ പാഠപുസ്തകത്തിന്റെ പേര് അദബും ബുക്ക് എന്ന് പറയും കുട്ടികൾ. സത്യത്തിൽ ആ പുസ്തകത്തിന്റെ പേര് തഫ്ഹീമുത് തിലാവ എന്നാണ്. തഫ്ഹീമുത് തിലാവ എന്ന് പറഞ്ഞാൽ, തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം. അത്തിലാവ, തഫ്ഹീമുത് തിലാവ. 1-ാം ക്ലാസ്സിലെ അദബ് എന്ന ആദ്യത്തെ പാഠമുള്ള ആ പുസ്തകത്തിന്റെ പേര് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഖുർആൻ പാരായണത്തിലേക്ക് നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുന്ന, ഖുർആൻ പാരായണത്തിലേക്ക് നമ്മുടെ മക്കളെ പ്രാപ്തരാക്കാനാണ് അതിലെ ഓരോ പാഠഭാഗങ്ങൾ തയ്യാറാക്കിയത്. ഓരോ പാഠങ്ങൾ, ഓരോ പദങ്ങൾ, ഓരോ പാഠങ്ങളിലെ പദങ്ങൾ, ആ പുസ്തകത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പദങ്ങൾ ഖുർആനിൽ വന്ന പദങ്ങളാണ്. വെറുതെ സമസ്ത കുറെ വാക്കുകൾ കൂട്ടി യോജിപ്പിച്ചതല്ല. അതൊക്കെ വളരെ ബുദ്ധിപരമായി, വളരെ ആലോചിച്ച്, ശരഈയായി, ദീനിയായ ഒരുപാട് അടിത്തറകൾ പരിഗണിച്ച് മഹാന്മാരായ ഉസ്താദുമാർ തയ്യാറാക്കിയതാ. ആ പാഠപുസ്തകത്തിലെ ഭൂരിപക്ഷം വാക്കുകളും ഖുർആനിൽ വന്ന പാഠങ്ങളാണ്, ഖുർആനിൽ വന്ന വാക്കുകളാണ്. അതിന്റെ 2-ാം ഭാഗം കൂട്ടക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോ അതിലും വരുന്നത് മിക്കവാറും ഖുർആനിലെ ആയത്തുകളുടെ ഭാഗങ്ങൾ, ആയത്തുകൾ. എന്തുകൊണ്ട്? ഈ 2 പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കുട്ടികൾ ഖുർആൻ പാരായണം, ഖുർആൻ നോക്കി ഓതാൻ പഠിച്ചു തുടങ്ങുകയാണ്. അതിനാണ് ആ പാഠപുസ്തകം ഖുർആൻ പാരായണം പരിശീലിക്കാൻ വേണ്ടിയാണ്. പിന്നെയോ ആദ്യത്തെ പാഠം അദബ് എന്ന് തിരഞ്ഞെടുക്കാൻ കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ അദബു അഫ്ളലു മിനൽ ഇൽമ്. ഇൽമിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് അദബാണ്. ഇൽമിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് അദബാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 20 കൊല്ലം പഠിച്ച ഒരു പണ്ഡിതൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, 20 കൊല്ലം ഇമാം മാലിക് തങ്ങളുടെ കൂടെ ഞാൻ പഠിച്ചു. അതിൽ 18 കൊല്ലം ഞാൻ അദബാണ് പഠിച്ചത്.
2 കൊല്ലം ഇൽമു പഠിച്ചു. പിന്നെ എനിക്ക് തോന്നി ആ 2 കൊല്ലം കൂടെ അദബാണ് ഞാൻ പഠിക്കേണ്ടിയിരുന്നത് എന്ന്. ഇൽമിനേക്കാൾ ശ്രേഷ്ഠത അദബിനുണ്ട്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇൽമു ഒട്ടും കുറവുണ്ടായിരുന്നില്ല. കാരണം കോടിക്കണക്കിന് മലക്കുകൾക്ക്, അല്ലാഹുവിന്റെ കോടിക്കണക്കിന് മലായികത്തിന് 40,000 കൊല്ലം ദർസ് നടത്തിയ ആളാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഏറ്റവും കൂടുതൽ ദർസ് നടത്തിയ ആൾക്ക് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഇബ്ലീസിന് കൊടുക്കണം. 40 കൊല്ലല്ല, 40,000 കൊല്ലം. കോടിക്കണക്കിന് മുത്തഅല്ലിമീങ്ങളാ മലക്കുകൾ. അത്ര വലിയ ഇൽമിന്റെ ഉടമയായിരുന്നു ഇബ്ലീസ്. പക്ഷേ എന്തില്ലാതെ പോയി? അദബില്ലാതെ പോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അദബാണ് ഏറ്റവും പ്രധാനം. അദബില്ലാത്ത ഇൽമിൽ ബറക്കത്തുണ്ടാവൂല. അദബുണ്ടാവണം. ഏത് കാര്യത്തിലും അദബ്. വ്യക്തിപരമായ ജീവിതത്തിൽ അദബ്, പെരുമാറ്റത്തിൽ അദബ്, മറ്റുള്ളവരോടുള്ള അദബ്, ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള അദബ്. എങ്ങനെയാ ഭക്ഷണം കഴിക്കേണ്ടത്? എങ്ങനെയാ വസ്ത്രം ധരിക്കേണ്ടത്? എങ്ങനെയാ സംസാരിക്കേണ്ടത്? എങ്ങനെയാ പെരുമാറേണ്ടത്? എങ്ങനെയാണ് മറ്റുള്ളവരോടുള്ള ബാധ്യത? മാതാപിതാക്കളോടുള്ള അദബ്, ഉസ്താദുമാരോടുള്ള അദബ്, ഓരോ ഘട്ടത്തിലും പാലിക്കേണ്ട അദബുകൾ അഖ്ലാഖ് എന്ന പാഠപുസ്തകത്തിൽ. പിന്നെ ആ അദബിന്റെ 12ാം ക്ലാസ് വരെ ഈ അദബിന്റെ ഓരോ വിശദീകരണങ്ങളാ. 1ാം ക്ലാസ്സിൽ ഓരോ പാഠവും തയ്യാറാക്കുമ്പോൾ ഉസ്താദുമാർ അതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഫിഖ് പഠിക്കും കുട്ടികൾ, അഖീദ പഠിക്കും കുട്ടികൾ, മാതാപിതാക്കളോടുള്ള കടപ്പാട് പഠിക്കും, ഖുർആൻ പഠിക്കും. ഇതിലേക്കൊക്കെയുള്ള തുടക്കമാണ് ഈ പാഠപുസ്തകം. അതുകൊണ്ട് വെറുതെ അന്തമില്ലാതെ അദബ് എന്നുള്ള വാക്ക് തെരഞ്ഞെടുത്തതല്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട് അത് മനഃശാസ്ത്രത്തിനെതിരാ. കാരണം ആദ്യം വരുന്ന ഒരു കുട്ടിക്ക് 3 അക്ഷരം പഠിപ്പിക്കുന്നു. 3 അക്ഷരം പഠിപ്പിക്കുന്നത് മനഃശാസ്ത്രത്തിന്, സൈക്കോളജിക്ക് എതിരാ. സുബ്ഹാനല്ലാഹ്. എന്തൊക്കെ വെറുതെ ഒരു കാര്യബോധവുമില്ലാത്ത ആരോപണങ്ങൾ എന്തിനാ ഉന്നയിക്കുന്നത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഓരോ പാഠവും തയ്യാറാക്കുമ്പോ അതിന്റെ എല്ലാ മനഃശാസ്ത്രവും അതിന്റെ ശർഈയായ നിയമങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ്സിൽ നമ്മൾ നിസ്കാരം പഠിപ്പിക്കുന്നു. നിസ്കാരത്തിന്റെ ഫർളുകൾ നിങ്ങൾ ചിന്തിക്കണം. ഓരോരുത്തരും ഉമ്മമാരെ നിങ്ങൾ വളരെ ഗൗരവത്തിൽ പഠിക്കണം. 2ാം ക്ലാസ്സിലെത്തിയാൽ നമ്മൾ നിസ്കാരം പഠിപ്പിക്കുന്നു. നിസ്കാരത്തിന്റെ 14 ഫർള്. ഓരോ ഫർളും കുട്ടിയെ 2ാം ക്ലാസ്സിലെത്തിയാൽ പഠിപ്പിക്കുന്നു. ചില ആളുകൾ സമസ്തയെ കളിയാക്കാറുണ്ട്. സമസ്തക്കാര് ഒരു മനഃശാസ്ത്രവും പരിഗണിക്കുന്നില്ല. കാരണം 7 വയസ്സായ കുട്ടിക്ക് നിസ്കാരം പഠിപ്പിക്കേണ്ട രീതി അങ്ങനെയാണോ? അത് ഒരു കളി തമാശ രൂപത്തില് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നത് പോലെ DPEP രൂപത്തില്, അഭിനയ രൂപത്തില്, നാടക രൂപത്തില് അഭിനയിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടൊക്കെയല്ലേ നിസ്കാരം പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് സംഭാഷണത്തിന്റെ രൂപത്തില്, നാടക രൂപത്തില്, അങ്ങനെയൊക്കെ മനഃശാസ്ത്രപരമായി നിസ്കാരം പഠിപ്പിക്കുക. സമസ്ത 2ാം ക്ലാസ്സിൽ നിസ്കാരം പഠിപ്പിക്കുന്ന രീതി ശരിയല്ല എന്ന് ചില ആളുകൾക്ക് ആക്ഷേപം. അത് തെറ്റിദ്ധാരണയാണ്. കാരണം സമസ്ത മനഃശാസ്ത്രമില്ലാത്തത് കൊണ്ടല്ല. അങ്ങനെ ഒരു അഭിനയത്തിലൂടെ നിസ്കാരം പഠിപ്പിക്കേണ്ട കാര്യമില്ല. 1ാമത്തെ കാരണം, മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് നിസ്കാരം അറിയാം, ബാങ്ക് അറിയാം. മദ്രസയിൽ ചേർക്കാത്ത 5 വയസ്സിന് മുമ്പുള്ള ഒരു കുട്ടി പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ കുട്ടിയെ എന്താണ് കേൾക്കുന്നത് എന്ന് ചോദിച്ച കുട്ടി പറയൂല അത് ബാങ്കാണ്, പള്ളിയിൽ നിന്നുള്ള ബാങ്കാണ്. മിക്കവാറും നമ്മുടെയൊക്കെ മക്കൾക്ക് മദ്രസയിൽ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ വഖത്ത് പോലും അറിയാം. കുട്ടികൾ ചിലപ്പോൾ പറയും, ഇപ്പൊ എന്റെ 4 വയസ്സായ കുട്ടി മഗ്രിബ് വാങ്ക് കൊടുക്കുമ്പോ ഭാര്യയോട് പറയും, ഉമ്മ മഗ്രിബ് വാങ്ക് കൊടുത്തു എന്ന് പറയും. അപ്പോൾ മദ്രസയിൽ ചേർക്കുന്നതിന് മുമ്പ് പോലും കുട്ടികൾ മഗ്രിബാണ് ആ ബാങ്ക്, ഇത് ഇശാ ആണ്, ഇത് ളുഹറാണ് ബാങ്ക് അവർക്കറിയാം. നിസ്കാരം കണ്ടാൽ ഇത് നിസ്കാരമാണെന്നറിയാം. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഉമ്മമാര് നിസ്കരിക്കുന്നത് കണ്ട് 5 വയസ്സിന് മുമ്പ് തന്നെ കുട്ടികൾ നിസ്കാരം പഠിച്ചിട്ടുണ്ട്. ഇതൊരു പരിചയമില്ലാത്ത കാര്യമല്ല. അതുകൊണ്ട് അഭിനയ രൂപത്തിലൊന്നും 7 വയസ്സായാൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെയോ ഇസ്ലാമികമായ ശരീഅത്ത് പഠിപ്പിച്ചിട്ടുള്ളത് 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. മുത്തുനബിയാണ് പറഞ്ഞത്. 10 വയസ്സായാൽ നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷിക്കണം. 7 വയസ്സായ കുട്ടികളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ ശാഫിഈ ഫിഖ്ഹിലെ ഫിഖ്ഹിന്റെ കിതാബുകൾ നോക്ക്.
അതിൽ കാണാം 7ാമത്തെ വയസ്സിൽ കുട്ടികൾക്ക് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമ്പോൾ നിസ്കാരം അവർക്ക് പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കണം? നിസ്കാരത്തിന്റെ ഫറളും ഷർത്തും 7ാമത്തെ വയസ്സിൽ പഠിപ്പിക്കണം. വെറും മനഃശാസ്ത്രം നോക്കിയാ പോരാ. ദീൻ പഠിപ്പിക്കുമ്പോ വെറും മനഃശാസ്ത്രമല്ല നോക്കേണ്ടത്. മനഃശാസ്ത്രത്തെക്കാൾ നോക്കേണ്ടത് ശറഇന്റെ നിയമം എന്താണ്, ശരീഅത്തിന്റെ നിയമം എന്താ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒന്നാമത് അതിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പറഞ്ഞത് 7ാമത്തെ വയസ്സിലെ കുട്ടികൾക്ക് നിസ്കാരത്തിന്റെ ഫർളുകൾ പഠിപ്പിക്കണം. കുട്ടികളാണ് ഒന്നുമില്ലാതെ നിസ്കരിച്ചോട്ടെ പറയാൻ പറ്റൂല. കുട്ടികളാണ് ഔറത്ത് മറക്കാതെ നിസ്കരിച്ചോട്ടെ പറയാൻ പറ്റൂല. ഷർത്തുകൾ പാലിച്ച് ഫർളുകൾ പഠിച്ച് ഫാത്തിഹ പഠിച്ച് ആ മുതിർന്ന ആളുകൾ നിസ്കരിക്കും പോലെ തന്നെ 7ാമത്തെ വയസ്സിൽ അവരെ നിസ്കാരം പരിശീലിപ്പിക്കണം. 7 വയസ്സിന് മുമ്പ് തന്നെ കുട്ടിക്കളിയായിട്ടുള്ള നിസ്കാരമൊക്കെ ചെറുപ്പത്തിൽ 2 വയസ്സിലും 3 വയസ്സിലും കുട്ടികൾ ഉമ്മ നിസ്കരിക്കുമ്പോ അതിന്റെ കൂടെ നിസ്കരിച്ച് പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ 7 വയസ്സാകുമ്പോ മുതിർന്നവരെ പോലെ തന്നെ അതിന്റെ ഫർളും ഷർത്തുമൊക്കെ പഠിച്ച് നിസ്കാരം പഠിപ്പിക്കണം, പരിശീലിക്കണം എന്ന ആ ശരീഅത്തിന്റെ നിയമം പരിഗണിച്ചിട്ടാണ് 2ാം ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട സമസ്ത ഫിഖ്ഹിലെ പാഠപുസ്തകത്തിൽ നിസ്കാരത്തിന്റെ ഫർളുകൾ പഠിപ്പിക്കുന്നത്. ഇതൊന്നും ആലോചിക്കാതെ ചെയ്തതല്ല. സമസ്തയുടെ സിലബസിനെ തെറ്റിദ്ധരിച്ച ആളുകൾ തെറ്റിത്തിരുത്തണം. ഞാൻ എന്റെ അനുഭവം പറയാ. ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടുമല വാപ്പുസ്താദ് വഫാത്തായി. അള്ളാഹു അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. 3 കൊല്ലം മുമ്പ് വാപ്പുസ്താദിന്റെ കൂടെ ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാളി ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുൽ ലൈലി തങ്ങളുടെ കൂടെ നമ്മുടെ സുപ്രഭാതം പത്രത്തിന് വേണ്ടി ബഹ്റൈനിൽ പോയപ്പോ ബഹ്റൈനിൽ ഒരു ഇന്റർനാഷണൽ സ്കൂൾ നടത്തുന്ന ഒരു മലയാളി കുടുംബം കോഴിക്കോട് ജില്ലക്കാരാ. അവര് വലിയ ഉന്നത ഫാമിലിയാണ്, നല്ല സമ്പന്നരാണ്. അതോടൊപ്പം ബഹ്റൈനിൽ വളരെ സ്വാധീനമുള്ള അറബികൾക്കിടയിലൊക്കെ വളരെ സ്വാധീനമുള്ള അവരുടെ സ്കൂളിൽ അറബികൾ വരെ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ള പല രാജ്യക്കാര് പഠിക്കുന്ന വളരെ വലിയ സ്വാധീനവും വളരെ വലിയ യോഗ്യതയുമുള്ള ഒരു കുടുംബമാണ്. ഞങ്ങൾ അവരെ ചെന്ന് കണ്ട് സംസാരിക്കുമ്പോ അവിടുത്തെ അദ്ദേഹത്തിന്റെ മരുമകൻ അവരുടെ അനുഭവം പറഞ്ഞു. അദ്ദേഹത്തിന്റെ 2 മക്കൾ അവരെ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അവര് ചെറുപ്പം മുതലേ അവിടെ തന്നെ സെറ്റിലായ ഫാമിലിയാണ്. അപ്പോൾ അവര് ഈജിപ്തുകാരനായ മിസ്രകാരനായ ഒരു പണ്ഡിതനെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അവര് പറഞ്ഞു 2 കൊല്ലം അദ്ദേഹം പഠിപ്പിച്ചു മക്കളെ. പക്ഷേ മക്കൾക്ക് അതുകൊണ്ട് കാര്യമായ ഒരു പുരോഗതിയും ഒരു ഉപകാരവും ഉണ്ടായില്ല. പിന്നെ 2ാമത് ബഹ്റൈൻകാരനായ ഒരു ആലിമിനെ ഏൽപ്പിച്ചു പഠിപ്പിക്കാൻ. അയാൾ 2 കൊല്ലം പഠിപ്പിച്ചു. പ്രത്യേകിച്ച് കാര്യമായ ഒരു പുരോഗതി ഉണ്ടായില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സത്യത്തിൽ കരുതിയത് ബഹ്റൈനിൽ സമസ്തയുടെ മദ്രസകളുണ്ട്, മനാമയിലുണ്ട്, അതേപോലെ ഏറെക്കുറെ 10 മദ്രസകൾ ബഹ്റൈനിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് സമസ്തയുടെ മദ്രസകൾ. അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വളരെ വലിയ ആലിമും ബഹുമാനപ്പെട്ട വളരെ വലിയ തഖ്വയുള്ള ഇൽമുള്ള ഒരുപാട് വലിയ നല്ല ആബിദുമൊക്കെയായ മുത്തുനബിയുടെ കുടുംബ പരമ്പരയിൽ ബാലവി കുടുംബ പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ, അദ്ദേഹമാണ് ബഹ്റൈനിൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അവസാനം ഇദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തങ്ങളെ സമീപിച്ചു. അങ്ങനെ ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ സിലബസ് പ്രകാരം കേരളത്തില് സമസ്ത പഠിപ്പിച്ച റൂട്ട് അനുസരിച്ച് അങ്ങനെ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ തുടങ്ങി. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വലിയ മാറ്റം ഇബാദത്തിലും നിസ്കാരത്തിലും വിശ്വാസപരമായ കർമ്മങ്ങളിലും ഖുർആൻ പാരായണം ചെയ്യാനും ആ കാര്യത്തിലുണ്ടായി. അപ്പോഴാണ് ഇദ്ദേഹം പറയാ, ഈജിപ്തുകാർ ചെയ്യുന്ന രീതിയേക്കാൾ ബഹ്റൈനികൾ ചെയ്യുന്ന രീതിയേക്കാൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ രീതി, കുട്ടികളെ ഇൽമു പഠിപ്പിക്കാനുള്ള രീതി, അത് വളരെ മികച്ചതാണ് എന്ന് പറഞ്ഞ അനുഭവം ഞാൻ ഓർത്തു പോവുകയാ. ഇത് ലോകോത്തര നിലവാരമുള്ള സംവിധാനമാണ്. മിസ്ർ, ഈജിപ്ത് 95% മുസ്ലിങ്ങളുള്ള രാജ്യമാണ്. 5% അവിടെ ന്യൂനപക്ഷം ക്രിസ്ത്യാനികളുള്ളൂ. 95% അവിടെ അറബികൾ, മുസ്ലിങ്ങൾ, അവരുടെ ഭാഷ അറബി. അവിടെ എത്രയോ അറബി കോളേജുകൾ, ലോകത്തെ ഏറ്റവും വലിയ സർവകലാശാലകൾ, അൽ അസ്ഹർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, കൈറോ മുസ്ലിം യൂണിവേഴ്സിറ്റി, ഒരുപാട് കോളേജുകൾ, ഒരുപാട് പഴക്കമുള്ള പള്ളികൾ, ഒരുപാട് വളരെ പൈതൃകമുള്ള മിസ്രിന്റെ മണ്ണ്, ഈജിപ്ത് എന്ന നാട്. പക്ഷേ അവിടെ ലക്ഷക്കണക്കിന് പൊതു മുസ്ലിങ്ങൾ
സാധാരണക്കാരായ ആളുകൾ ഫാത്തിഹ അറിയാത്ത, ഖുർആൻ നോക്കി ഓതാൻ അറിയാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത, നിസ്കരിക്കാൻ അറിയാത്ത ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ഈജിപ്തിലുണ്ട് എന്ന് ഈ അടുത്ത നടന്ന ഒരു പഠനത്തിൽ തെളിയിക്കപ്പെട്ടതാ. എന്തുകൊണ്ട്? സമസ്ത കേരള ജംഇയ്യത്ത് പോലെ ഗ്രാമാന്തരങ്ങളിൽ, നാടായ നാടുകളിൽ ഇൽമ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഇതേപോലെ അവിടെ ഒരു സംഘടനയും മുന്നോട്ട് വന്നില്ല. ഈജിപ്തിൽ ആഭ്യന്തര കലഹങ്ങൾ, അവിടെ ഭരണം നടത്തിയ മുസ്ലിം സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും വിദഗ്ധക്കാരും തീവ്രവാദം ബാധിച്ചവരും പരസ്പരം തമ്മിലടിച്ച് ആഭ്യന്തര കലഹത്തിൽ നേരിപ്പുകയുന്ന ഈജിപ്തിന്റെ മണ്ണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ നിന്ന് പലരും വ്യതിചലിച്ചു പോയി വിദഗ്ധത്തിലേക്കും തീവ്രവാദത്തിലേക്കും പോയപ്പോ നാട്ടുകാർക്ക് അടിസ്ഥാനപരമായി ഇൽമ പഠിപ്പിക്കാനുള്ള പണ്ഡിതന്മാർ, സമസ്തയെ പോലെയുള്ള പ്രവർത്തകർ അവിടെ ഉണ്ടായില്ല. അതിന്റെ ദുരന്തം ഇപ്പൊ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാ. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് മതപരമായ മനോഹരമായ അടിത്തറ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരുക്കി തന്നു. എന്തുകൊണ്ട്? ഇത് നിഷ്കളങ്കതയുടെ മേൽ സ്ഥാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ബാലവി വരക്കൽ മുല്ലക്കോയ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയാ സമസ്ത സ്ഥാപിച്ചത്. ബഹുമാനപ്പെട്ടവർ നിരവധി കറാമത്തുകളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ, തരീഖത്തിന്റെ ശൈഖ്, വലിയ പ്രഗത്ഭരായ അറബി പണ്ഡിതന്മാരുടെ ഉന്നതന്മാരായ ഈജിപ്തുകാരും മക്കക്കാരുമൊക്കെയായ ആലിമീങ്ങൾ, അവരിൽ നിന്ന് ഇൽമ പഠിച്ച വളരെ വലിയ സൂഫിയാക്കൾ, തരീഖത്തിന്റെ അഹ്ലുകാര്, അവരിൽ നിന്ന് ആത്മീയമായ വഴി സ്വീകരിച്ച വളരെ ഉന്നതമായ ബാലവി കബീലയിൽപ്പെട്ട ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ആ ബഹുമാനപ്പെട്ടവർ അവരാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. നിഷ്കളങ്കതയുടെ മേൽ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. തഖ്വയുടെ മേൽ എന്തായിരുന്നു ലക്ഷ്യം? കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഈമാനും ഇസ്ലാമും സംരക്ഷിക്കാൻ. അതിനാണ് അവർ ആ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ആ കാലഘട്ടത്തിലെ ഔലിയാക്കൾ, ഖുത്ബി തങ്ങളെ പോലെ, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ തങ്ങളെ പോലെ പ്രഗത്ഭരായ സൂഫിയാക്കളും ഔലിയാക്കളും, അന്നത്തെ മുഷാവറ മെമ്പർമാർ 40 മുഷാവറ മെമ്പർമാർ. 40 എന്നതിന് പോലും ഒരു ബറക്കത്ത്. പലപ്പോഴും നമ്മുടെ ഒന്നും കമ്മിറ്റിയുടെ എണ്ണം 40 ആവാറില്ല. നമ്മുടെ മദ്രസ കമ്മിറ്റി എത്ര ആളാ, പള്ളി കമ്മിറ്റി എത്ര ആളാ, അല്ലെങ്കിൽ ആ കോളേജ് കമ്മിറ്റി എത്ര ആളാ എന്ന് ചോദിച്ചാൽ പല ആളുകളും പറയും 32 അല്ലെങ്കിൽ 27, 21 എന്നൊക്കെ. 40 സമസ്തയുടെ മുഷാവറ മെമ്പർമാർ 40. എന്തേ? ബഹുമാനപ്പെട്ട വരക്കല തങ്ങൾ പാപ്പ അത് ആ എണ്ണം നിശ്ചയിക്കുമ്പോൾ പോലും 40 എന്നത് ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാണ്. 40 ആളുകൾ ഒരുമിച്ച് കൂടിയാൽ അതിൽ വലിയ ബറക്കത്തുണ്ടാകും. 40 ആലിമീങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അവിടെ പിഴവുകളോ അബദ്ധങ്ങളോ സംഭവിക്കൂല. അതുകൊണ്ട് തന്നെ 90 വർഷം കഴിഞ്ഞു സമസ്തക്ക്. ഇന്നേ വരെ സമസ്തയുടെ ഏതെങ്കിലും ഒരു തീരുമാനം ഞങ്ങൾ തീരുമാനിച്ചത് തെറ്റായി പോയി, അതിൽ നിർവ്യാജം ഖേദിക്കുന്നു, ആ തീരുമാനം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് സമസ്തക്ക് ഇന്നേ വരെ ഒരു തീരുമാനം പിൻവലിക്കേണ്ടി വന്നിട്ടില്ല, ഒരു പ്രമേയം തിരുത്തേണ്ടി വന്നിട്ടില്ല. സമസ്ത പറഞ്ഞ ഒരു കാര്യം തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. കാരണം 40 ഉന്നതന്മാരായ ആലിമീങ്ങൾ അവരാലോചിച്ച് ഖാദിയാനികൾ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് സൗദി അറേബ്യ പറയുന്നതിന് മുമ്പ്, റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി തീരുമാനിക്കുന്നതിന് മുമ്പ്, മറ്റുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ ഉൾപ്പെടെ മറ്റ് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ മറ്റുള്ള പ്രസ്ഥാനങ്ങൾ ലോകത്തിൽ ഖാദിയാനിസം ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറഞ്ഞ ആദ്യത്തെ സംഘടന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ, ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമയുമൊക്കെ. കാരണം അന്നത് പ്രഖ്യാപിക്കുമ്പോ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, വളരെ പഠിച്ച് ആലോചിച്ച്. സമസ്തയുടെ ഒരു പ്രമേയവും ഒരു തീരുമാനവും ഏതൊരു വിഷയത്തിലും തിരുത്തേണ്ടി വന്നിട്ടില്ല. കാരണം അത് ബറക്കത്തുള്ള ഒരു കൂട്ടായ്മയാണ്. അത് സൂഫിയാക്കളുടെ ഔലിയാക്കളുടെ ഏറ്റവും വലിയ മഹത്വമുള്ള കൂട്ടായ്മയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സദസ്സിലെ ഒരുപക്ഷെ എന്റെ പ്രായക്കാരും അതിന്റെ മുകളിലുള്ള ആളുകളൊക്കെ സമസ്തയെ പരിചയപ്പെടുമ്പോ ഇപ്പോഴത്തെ ചെറുപ്പക്കാരോ കുട്ടികളോ അവർ കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടവരല്ല. 1993 ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുന്നത്. 30 കൊല്ലക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അമരക്കാരനായി, സമസ്തയുടെ പ്രസിഡന്റായി 3 പതിറ്റാണ്ട് കാലം
40 കൊല്ലക്കാലം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി. സമസ്തയുടെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായിരുന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറിയായും ഉള്ള കാലം. ആരാ കണ്ണിയത്ത് ഉസ്താദ്? 26ാമത്തെ വയസ്സിൽ സമസ്തയുടെ മുഷാവറ മെമ്പറാ. അന്ന് വലിയ ആലിമ്യങ്ങളില്ലാത്തത് കൊണ്ടാണോ? വരക്കൽ തങ്ങളുപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, കുത്തുബി തങ്ങളൊക്കെ ഹയാത്തിലുള്ള കാലഘട്ടത്തിൽ അന്ന് മുഷാവറ മെമ്പറായി മഹാനായ മർഹൂം മൗലാന റഈസുൽ മുഹഖഖീൻ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. എന്തുകൊണ്ട്? ആ ഇളം പ്രായത്തിലുള്ള ആ യുവ പണ്ഡിതൻ ചെറുപ്പത്തിലെ ദർസ് നടത്തിയിരുന്ന, ഫത്വ കൊടുത്തിരുന്ന ആ മഹാനായ ആലിമിന്റെ തഹ്ഖീഖ് അന്ന് വരക്കല തങ്ങളുപ്പാപ്പയും കുത്തുബി തങ്ങളും ആ പ്രഗൽഭരായ നേതാക്കളൊക്കെ മനസ്സിലാക്കിയിട്ട് കണ്ണിയത്ത് ഉസ്താദിനെ മുഷാവറയിലേക്ക് എടുത്തത് 1993 വരെ. 1993 ശൈഖുന വഫാത്താവുന്നത്. 1989 വരെയല്ല. ചില ആളുകളൊക്കെ ധരിച്ചു 89 വരെയാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രസിഡന്റ് കാലഘട്ടം. അങ്ങനെയല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. 89-ലും 90-ലും 91-ലും 92-ലും 93-ലും 5 കൊല്ലം മരിക്കുന്നത് വരെ സമസ്തയുടെ പ്രസിഡന്റ് കണ്ണിയത്ത് ഉസ്താദ്. ആരും ആ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കണ്ണിയത്ത് ഉസ്താദിനെ മാറ്റിയിട്ടില്ല. 89 മുതൽ പിന്നെ 96 വരെ 8 കൊല്ലം ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുന ശംസുൽ ഉലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാ. വഫാത്തോടുകൂടെയാണ് പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത്, സൈനുൽ ഉലമ സെക്രട്ടറി ആയത്. സമസ്തയുടെ രീതി അങ്ങനെയാണല്ലോ. നമ്മുടെ നേതാക്കളൊക്കെ ഓരോരുത്തരും വഫാത്താകുമ്പോ പകരക്കാരെ തിരഞ്ഞെടുക്കും. അല്ലാതെ അതിനു മുമ്പ്, കാരണം കേരളക്കരയിലെ എല്ലാ ആലിമീങ്ങൾക്കും സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ച ഉസ്താദുൽ അസാതീദ്, 10,000-കണക്കിന് ഉസ്താദുമാരുടെ ഉസ്താദായ ശൈഖുന ശംസുൽ ഉലമയുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദ്. ആ സൂഫി വര്യൻ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാമനുഷ്യൻ. ഒരു കറാഹത്ത് ചെയ്തു എന്ന് കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ ആർക്കും അറിയൂല, വീട്ടുകാർക്കറിയൂല. വലത് ഭാഗത്തേക്ക് തുപ്പുന്നത്, ഖിബലയുടെ ഭാഗത്തേക്ക് തുപ്പുന്നത് രോഗിയായ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ കിടക്കുന്ന കട്ടില് മാറ്റിക്കിടത്താൻ പറഞ്ഞു. 2 കാര്യത്തിന്. ഒന്ന്, കിടക്കുമ്പോ എങ്ങനെയാണ് കിടക്കേണ്ടത്, സുന്നത്തായ രൂപത്തിൽ മുത്തനബി പഠിപ്പിച്ചതുപോലെ കിടക്കാൻ. പിന്നെയോ രണ്ടാമത്, തുപ്പുമ്പോൾ ഖിബലയുടെ ഭാഗത്തേക്ക് വരാതിരിക്കാൻ. അതിനുവേണ്ടി ആശുപത്രി കിടക്കയിലെ കട്ടില് പോലും മാറ്റിക്കിടത്താൻ പറഞ്ഞ ഓരോ ഘട്ടത്തിലും ചെരുപ്പിടുമ്പോഴും അഴിച്ചു വെക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നടപ്പിലും ഇരിപ്പിലും കറാഹത്ത് പോലും വരാതെ സൂക്ഷിച്ച മുത്തഖിയായ തഖ്വയുള്ള മഹാനായ ആലിം ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദ്. അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആ മഹാനുഭാവന നമുക്ക് നേതൃത്വം നൽകിയത്. വഫാത്ത് വരെ 93 വരെ ആ മഹാനുഭാവനെ എല്ലാവരും ആദരിച്ചു, എല്ലാ ആളുകളും ബഹുമാനിച്ചു. ഇതര മതസ്ഥരായ ആളുകൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് കുറച്ചാളുകൾ കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വന്നു. അവര് ബസ് മാർഗം എടവണ്ണപ്പാറ, അവർ കോഴിക്കോട് വഴി എടവണ്ണപ്പാറയിലെത്തി. അവിടുന്ന് വാഴക്കാട്ടേക്ക് അവരൊരു ജീപ്പ് വിളിച്ചു. ഒരു ചെറുപ്പക്കാരൻ, ഹിന്ദുവായ ഒരു ചെറുപ്പക്കാരന് ടാക്സി ഡ്രൈവർ, പഴയ കാലത്ത് നമ്മുടെ ജീപ്പ്, ആ ജീപ്പ് വിളിച്ചു. ഒരു കണ്ണൂർക്കാർ വണ്ടിയിൽ കയറി. ഒരു തുണി, ഒരു മുണ്ട് മടക്കി കുത്തി, കയറ്റി കുത്തി, മടക്കി കുത്തി കൊടുത്ത ചെറുപ്പക്കാരൻ ഒരു തോർത്തുമുണ്ട് ഇങ്ങനെ വരിഞ്ഞു മുറുക്കിയിട്ട് റൗഡിക്കെട്ട് പോലെ. എന്നിട്ട് അവൻ വണ്ടിയെടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കി വാഴക്കാട്ടേക്ക് പോവുകയാ. കുറച്ച് ദൂരം ഓടിയപ്പോ ഇയാൾ ചോദിച്ചു, ചെറുപ്പക്കാരൻ ചോദിച്ചു, വാഴക്കാട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, എവിടേക്കാണ് പോകേണ്ടത്? കണ്ണൂർക്കാർ പറഞ്ഞു, ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്കാ. ഇത് കേൾക്കേണ്ട താമസം ഈ ഹിന്ദു ചെറുപ്പക്കാരൻ പെട്ടെന്ന് വണ്ടി റോഡ് സൈഡിലേക്ക് മാറ്റി വണ്ടി നിർത്തി ചാടി ഇറങ്ങി ഡ്രൈവർ സീറ്റിൽ നിന്ന്. കണ്ണൂർക്കാർ അത്ഭുതപ്പെട്ടു. വാഴക്കാട്ടേക്ക് വണ്ടി വിളിച്ചപ്പോ പോന്നവൻ വാഴക്കാട് എങ്ങോട്ട് എന്ന് ചോദിച്ചപ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്കെന്ന മറുപടി കേട്ടപ്പോ വണ്ടി സൈഡാക്കി നിർത്തി ചാടി ഇറങ്ങിയതെന്തേ ഇവൻ ചെയ്യുന്നു? അപ്പൊ നോക്കുമ്പോ ഇവൻ മടക്കി കുത്തിയ അവന്റെ മുണ്ട് തുണി മടക്കി കുത്തഴിച്ചിടുകയാ. റൗഡിക്കെട്ട് പോലെ വരിഞ്ഞു കെട്ടിയ തോർത്തുമുണ്ട് വലിച്ചൂരി. എന്നിട്ട് രണ്ടാമത് സീറ്റിലേക്ക് കയറിയിരുന്നു. വലിയ അതബോടെ അച്ചടക്കത്തോടെ
ആ തോർത്ത് കൊണ്ട് മുകളിൽ തിരകി വെച്ചു. എന്നിട്ട് മുടിയൊക്കെ ഒന്ന് ശരിയാക്കി എന്തോ ആരുടെയോ ഒരു പേടിക്കുന്ന ആളുടെ മുന്നിലേക്ക് പോകുന്നത് പോലെ അതുവരെ വണ്ടി ഓടിച്ച ആവേശമില്ല, അച്ചടക്കത്തോടെ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് ഒരു കൊണ്ടാക്കുകയ. എടവണ്ണപ്പാറയിലെ ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് എന്ന് കേട്ടപ്പോഴേക്ക് ബഹുമാനവും ആദരവും തോന്നുന്നത്. കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് റോഡ് വെട്ടിക്കൊടുക്കാൻ വാഴക്കാട്ട് അമ്പല കമ്മിറ്റിയും അവിടുത്തെ ഹിന്ദുക്കളായ ആളുകളും മുന്നിട്ടിറങ്ങിയത്. ബഹുമാനപ്പെട്ട ഇ.ടി. മുഹമ്മദ് ബഷീർ സാറ് നമ്മുടെ MP പറയാറുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ ദിവസം എടവണ്ണപ്പാറയിലെ വാഴക്കാട്ടെ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ പണിക്ക് പോലും പോകാതെ ആ മരണ ദിവസം അവരവിടെയൊക്കെ വളണ്ടിയർമാരായും വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കാനും ജനലക്ഷങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തിയപ്പോ ആ മരണ വീട്ടിലും പരിസരത്തും അത് ആ ഹിന്ദുക്കളാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പോലും ആവേശത്തിൽ മുന്നിലുണ്ടായിരുന്നു. കാരണം അവർക്കൊക്കെ പ്രിയപ്പെട്ട നേതാവാണ് യാത്രയായത്. എന്തുകൊണ്ട്? കണ്ണിയത്ത് ഉസ്താദ് വാഴക്കാട്ട് ഒരു മുതലാളിയായി അവിടുത്തെ ഹിന്ദുക്കൾക്ക് സഹായം കൊടുത്തിട്ടല്ല, അവിടുത്തെ ഒരു ജന്മിയായി അവിടുത്തെ ജോലിക്കാർക്ക് പണി കൊടുത്തിട്ടല്ല, അവരുടെ മുതലാളിയായതുകൊണ്ടല്ല, ഒരു പൊതുപ്രവർത്തകനോ പഞ്ചായത്ത് പ്രസിഡന്റോ ആയിട്ടല്ല, മറിച്ച് ദിക്റിലും ഇബാദത്തിലും നിസ്കാരത്തിലും കിതാബ് മുത്താലായിലും അതേപോലെ ദർസിലും തദ്രീസിലുമായി കഴിഞ്ഞുകൂടിയ അല്ലാഹുവിന്റെ വലിയ മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, എല്ലാവരും പേടിച്ചു, ബഹുമാനിച്ചു, ആദരിച്ചു. ബിദ്അത്തുകാരായ ആളുകൾ പോലും കേരളത്തിലെ അറിയപ്പെട്ട മുജാഹിദ് വിഭാഗത്തിലെ ഒരാള് കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോൾ ലേഖനം എഴുതി. എന്താ എഴുതിയത്? ചരിത്രത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. അതിനുശേഷം ചരിത്രത്തിൽ അപൂർവം വ്യക്തികൾക്കാണ് ജനലക്ഷങ്ങളുടെ മയ്യത്ത് നിസ്കാരം കിട്ടിയത്. കേരളത്തിലെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർക്ക് 7 ലക്ഷത്തോളം ആളുകളുടെ മയ്യത്ത് നിസ്കാരം ലഭിച്ചു എന്ന് വഹാബിയായ ഒരു പത്രപ്രവർത്തകൻ, ഒരു നേതാവ്, അദ്ദേഹമാണ് അനുസ്മരണക്കുറിപ്പ് എഴുതിയത്. കാരണം അവര് പോലും ആദരിക്കുകയായിരുന്നു കണ്ണിയത്ത് ഉസ്താദിനെ. എല്ലാവരും ബഹുമാനിച്ചു, നമ്മളൊക്കെ അങ്ങേയറ്റം സ്നേഹിച്ചു. ഒരു നിമിഷം പോലും കണ്ണിയത്ത് ഉസ്താദിനെ നമ്മൾ വേദനിപ്പിച്ചിട്ടില്ല, കണ്ണിയത്ത് ഉസ്താദിനെ നമ്മൾ സങ്കടപ്പെടുത്തിയിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദിനെ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹാനുഭാവനെ കൊണ്ട് പൊരുത്തം വാങ്ങണം. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. കാരണം അങ്ങനെ ആ കാലഘട്ടത്തിൽ ചില ആളുകൾക്കൊക്കെ ആ ഒരു ദുർഗതി ഉണ്ടായി. കണ്ണിയത്ത് ഉസ്താദ് വേദനിച്ച ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോടതിയിൽ നിന്നൊരിക്കലും നോട്ടീസ് വന്നപ്പോ ഭക്ഷണം കഴിക്കാതെ വീട്ടുകാർ ഭക്ഷണം കൊടുക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നില്ല, രാത്രി ഉറങ്ങാൻ കിടക്കുന്നില്ല, എന്നെ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞ് വേദനിക്കുകയാ. ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് ചില ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ വേദനിച്ചിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന് മാനസിക രോഗം പിടിപെട്ടു എന്ന് പ്രചരിപ്പിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതൊന്നും വിശദീകരിക്കുകയല്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്ത് വരെ കണ്ണിയത്ത് ഉസ്താദിന് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ മാനസിക നില തെറ്റിയെന്ന് പ്രചാരണം ബഹുമാനപ്പെട്ടവർ കേട്ടു. അപ്പൊ മനസ്സ് വേദനിച്ചു. ഒരിക്കൽ കണ്ണൂരിലേക്ക് ഒരു പരിപാടിയിലേക്ക് പോവുകയാ. ആ സമയത്ത് ബഹുമാനപ്പെട്ട മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഡ്രൈവറോട് പറഞ്ഞു, നന്ദി ദാറുസ്സലാമിന്റെ മുന്നിലെത്തിയപ്പോ വണ്ടി അങ്ങോട്ട് കയറ്റാൻ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയാണ് നന്ദിയിലെ പ്രിൻസിപ്പാൾ. കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യൻ ഈക്ക എന്നാണ് പറയുക. കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമയെ അങ്ങോട്ട് വണ്ടി കയറ്റി. കണ്ണിയത്ത് ഉസ്താദ് വന്നു എന്നറിഞ്ഞപ്പോ നന്ദിയിലെ മുത്താലിമീങ്ങൾ ഓടി വന്നു, കൈപിടിച്ച് മുത്താൻ ദുആ ചെയ്യിപ്പിക്കാൻ. മുത്താലിമീങ്ങളോട് ചോദിച്ചു, എവിടെ ഈക്ക എവിടെ എന്ന് ചോദിച്ചു കണ്ണിയത്ത് ഉസ്താദ്. മുത്താലിമീങ്ങൾ ചെന്ന് വിവരം പറഞ്ഞു. ശംസുൽ ഉലമ ഓടി വന്നു, ഈക്ക ഞാൻ കണ്ണൂരിലേക്ക് പോവുകയാ, എനിക്കൊന്ന് വുളൂ ചെയ്യണം എന്ന് പറഞ്ഞു. ഉസ്താദിന് വുളൂ ചെയ്യേണ്ട രൂപത്തിൽ വെള്ളം അല്പം ചൂടാക്കി പാകത്തിനൊരു കിണ്ടിയിലായി വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഈക്ക ഞാൻ വുളൂ ചെയ്യുകയാ, നിങ്ങൾ ശ്രദ്ധിക്കണം, നോക്കണം. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വുളൂ ചെയ്തു. എല്ലാ സുന്നത്തും എല്ലാ ഫർളും കൃത്യമായി പാലിച്ചു. ഖിബലക്ക് മുന്നിട്ട് എല്ലാ അദബും പാലിച്ച് വുളൂ കഴിഞ്ഞ അവസാനം വുളൂവിന്റെ ശേഷമുള്ള ദുആ, ആ ദുആ കഴിഞ്ഞ് മുഖം തടവി. എല്ലാം കഴിഞ്ഞപ്പോ ചോദിച്ചു, ഈക്ക എന്റെ വുളൂവിന് വല്ല ഖലലുമുണ്ടോ, എന്റെ വുളൂവിന് വല്ല കേടുമുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇല്ല ശൈഖുനാ, എല്ലാ
നാം വളരെ കൃത്യമാണ്. എല്ലാ സുന്നത്തും ഫർളും പാലിച്ച് ഒരു തെറ്റുമില്ലാത്ത വുളു. ഇത് കേട്ടപ്പോ പറഞ്ഞു അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. 3 വട്ടം പറഞ്ഞു. എനിക്ക് അത്തും തെറ്റും ബാധിച്ചു എന്ന് ചില ആളുകളൊക്കെ പറഞ്ഞു നടക്കുന്നു. എന്റെ മാനസിക നില തെറ്റിയെന്ന്. അൽഹംദുലില്ലാഹ്, എന്റെ വുളുവിന് ഖലലില്ല എങ്കിൽ, എന്റെ മാനസിക നില തെറ്റിയിട്ടില്ല, അത് നിങ്ങളെ കൊണ്ട് പരിശോധിപ്പിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് കണ്ണൂരിലേക്ക് യാത്ര ചെയ്ത ബഹുമാനപ്പെട്ട ശൈഖുനാ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അള്ളാന്റെ വലിയായിരുന്നു, കറാമത്തിന്റെ ഉടമയായിരുന്നു. ആ മഹാനബാൻ വഫാത്തായത് ഇതേപോലെ ഒരു റബീഉൽ ആഖിറിൽ. ഞാൻ ഇത്ര വിശദമായി പറയാൻ പ്രധാനപ്പെട്ട കാരണം അതാ. റബീഉൽ ആഖിർ ഈ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവ്, ഗൗസുൽ ആദമിന്റെ ആണ്ടിന്റെ ഈ മാസത്തിലാണ് കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായത്. ആ വഫാത്ത്, ആ യാത്ര, മയ്യത്ത് നിസ്കാരം, ഖബറടക്കം, അതിനൊക്കെ സാക്ഷിയായ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് പറയാറുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് കാണാൻ പോയി. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് നല്ല റാഹത്തിലാ, മുഖത്ത് നല്ല തെളിച്ചം, വലിയ സന്തോഷം. അപ്പൊ ചോദിച്ചു, ശൈഖുനാ വലിയ റാഹത്തിലാണല്ലോ? അതെ, ഞാൻ പെരുത്ത റാഹത്തിലാ, ഞാൻ വലിയ സന്തോഷത്തിലാ. കാരണം എനിക്കൊരു നിധി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താ ശൈഖുനാ നിധി കിട്ടിയ നിധി? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ചെറുശ്ശേരി ഉസ്താദിനറിയാ, ദുനിയാവല്ല, പണമല്ല, സൗകര്യങ്ങളല്ല, പ്രതാപമല്ല, വിലമതിക്കാനാവാത്ത സ്വത്ത് എന്ന് പറഞ്ഞാൽ, നിധി എന്ന് പറഞ്ഞാൽ അത് ആത്മീയമായ വല്ല കാര്യങ്ങളുമാകും. എന്താ അങ്ങേക്ക് കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, എനിക്കൊരു സ്വലാത്ത് ചൊല്ലാനുള്ള ഇജാസത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ സ്വലാത്ത് ചൊല്ലിയാൽ, മഹാനായ റഈസുൽ മുഹഖഖീൻ പറഞ്ഞു, എനിക്കൊരു സ്വലാത്ത് ചൊല്ലാനുള്ള ഇജാസ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഖാദിരിയ തരീഖത്തിന്റെ മാർഗത്തിലുള്ള ഒരു വലിയിൽ നിന്ന് ആ സ്വലാത്ത് പതിവാക്കിയാൽ വഫാത്തിന്റെ സമയത്ത് മഹാനായ മുത്തുനബിയെ കണ്ട് പുഞ്ചിരിച്ച് മരിക്കാം. ലോകത്തെ ഏറ്റവും സൗന്ദര്യം കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനേക്കാൾ, സ്വർഗത്തിലെ ഹൂറികളെക്കാൾ അല്ലാഹു സൗന്ദര്യം കൊടുത്ത മുത്തുനബിയുടെ സൗന്ദര്യം കണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട്, പുഞ്ചിരിയോടെ മുത്തുനബിയെ കണ്ട് മരിക്കാം. അത് മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാൽ ആത്മീയ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരുടെ മയ്യത്ത് നിസ്കാരം മാത്രമല്ല, ആത്മീയ ലോകത്ത് ആത്മീയ നേതാക്കൾ പങ്കെടുക്കുന്ന, മലായികത്ത് പങ്കെടുക്കുന്ന മയ്യത്ത് നിസ്കാരം അല്ലാഹുവിന്റെ റസൂൽ ഇമാമായിക്കും മയ്യത്ത് നിസ്കാരം കിട്ടും. ഖബറടക്കം വരെ മുത്തുനബിയുടെ ആത്മീയ നേതൃത്വം ലഭിക്കുന്ന പുണ്യമായ ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബിൽ ആലിൽ ഖദർ അൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ആ സ്വലാത്തിന്റെ ഇജാസ എനിക്ക് കിട്ടി. ചെറുശ്ശേരി ഉസ്താദിനും അതിന്റെ ഇജാസത്ത് കൊടുത്തു. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. ശൈഖുനാ പല നാടുകളിലും പല വ്യക്തികളോടും അത് ദിനേന 111 തവണ പതിവാക്കാൻ പലരോടും പറഞ്ഞിരുന്നു. അതേപോലെ കിതാബുകളിലൊക്കെ കാണാം, എല്ലാ ദിവസവും 10 വട്ടം ആ സ്വലാത്ത് നിത്യമാക്കിയാൽ, വെള്ളിയാഴ്ച രാവിലെ 100 വട്ടം അത് ചൊല്ലിയാൽ ഈമാൻ സലാമത്താവാനുള്ള സ്വലാത്താണ്. ഈമാൻ സലാമത്താവാനുള്ള സ്വലാത്താണ്. മരിക്കുന്ന സമയത്ത് മുത്തുനബിയെ കാണാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ നേതൃത്വത്തിലുള്ള മയ്യത്ത് നിസ്കാരം ലഭിക്കാൻ എല്ലാ ദിവസവും 10 തവണയെങ്കിലും, വെള്ളിയാഴ്ച രാവിലെ 100 തവണ, അല്ലെങ്കിൽ നിത്യേന 111 തവണ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബിൽ ആലിൽ ഖദർ അൽ അദീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആ സ്വലാത്ത്, അതാണ് എനിക്ക് കിട്ടിയ നിധി എന്ന് പറഞ്ഞത്. ആ പുണ്യമായ മുത്തുനബി ഇഷ്ടപ്പെട്ട തിങ്കളാഴ്ച, ആ തിങ്കളാഴ്ച രാവിലെ വഫാത്തായി ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ്. ആ യാത്രയും മയ്യത്ത് നിസ്കാരവും ഖബറടക്കവും അതിനൊക്കെ സാക്ഷിയായ സൈനുൽ ഉലമ പറയാറുണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശൈഖുനാക്ക് ആ സ്വലാത്ത്
മരണത്ത് കൊണ്ടുള്ള നേട്ടം, അതിന്റെ അസർ ആ മരണത്തിലും മരണാനന്തരവും കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു അവരുടെ ഒക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഈ പറഞ്ഞ സൈനുൽ ഉലമ, ശൈഖുനാ സൈനുൽ ഉലമ എങ്ങനെയാ വഫാത്തായത്? എന്നാ വഫാത്തായത്? ബഹുമാനപ്പെട്ടവർ കഴിഞ്ഞ ജമാദുൽ ഊല രണ്ടാമത്തെ വ്യാഴാഴ്ച, ഇതാ തൊട്ടടുത്ത മാസം ബഹുമാനപ്പെട്ടവരുടെ ആണ്ടിന്റെ ദിവസം വരാനിരിക്കുകയാ. കഴിഞ്ഞ ജമാദുൽ ഊല രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് യാത്രയായത്. ജമാദുൽ ഊല രണ്ടാം വ്യാഴാഴ്ച സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ നബി തങ്ങൾ വഫാത്തായ ദിവസമാണ്. നോക്കണം, ജമാദുൽ ഊല രണ്ടാമത്തെ വ്യാഴാഴ്ച പകൽ സമയത്താണ് ശൈഖ് റിഫായി തങ്ങൾ വഫാത്തായത്. ഈ കഴിഞ്ഞ ജമാദുൽ ഊല രണ്ടാം വ്യാഴാഴ്ച പകൽ സമയത്ത് രാവിലെ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ വഫാത്തായത്. ഖബറിലെ ആദ്യത്തെ രാത്രി വെള്ളിയാഴ്ച രാവായിരുന്നു. കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മക്കൾ കൊടുത്ത വെള്ളം കുടിച്ചു. കലിമ ചൊല്ലി പുഞ്ചിരിയോടെയല്ലേ സൈനുൽ ഉലമ യാത്രയായത്. ചിരിച്ചു കിടക്കുന്ന ജനാസ, പുഞ്ചിരിച്ചു കിടക്കുന്ന ജനാസ നമ്മളൊക്കെ കണ്ടതല്ലേ. എത്രയോ ജനലക്ഷങ്ങൾ വന്ന് മയ്യത്ത് നിസ്കരിച്ച അതിലൊക്കെ പങ്കാളികളായവരല്ലേ. സൈനുൽ ഉലമ മുത്തഅല്ലിമായിരുന്ന കാലം മുതൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദ്യകാല നേതാവ് തരീഖത്തിന്റെ ശൈഖും വലിയുമായിരുന്ന ഖുത്ബി തങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു ഖദാ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് മുത്തഅല്ലിമായിരുന്ന കാലഘട്ടത്തില് പരിശുദ്ധമായ ഹദ്ദാദ് ചൊല്ലാനുള്ള ഇജാസത്ത് വാങ്ങി, ദലായിലുൽ ഖൈറാത്ത് പതിവാക്കാനുള്ള ഇജാസത്ത് വാങ്ങി. അതേപോലെ ഒരുപാട് മശായിഖന്മാരിൽ നിന്ന് റിഫായി ത്വരീഖത്തിന്റെ പല അമലുകൾ, റിഫായി ത്വരീഖത്തിലെ പല കാര്യങ്ങൾ, അതിന്റെ പല ഇജാസത്ത് ബഹുമാനപ്പെട്ട ശൈഖുന പല കാര്യത്തിനും മന്ത്രിച്ചിരുന്നത് റിഫായി ത്വരീഖത്തിലെ ചില വിറുദുകൾ, ദിക്റുകൾ അതിന്റെ ഇജാസത്ത് അനുസരിച്ച. അതേപോലെ ഒരുപാട് അമലുകൾ മശായിഖന്മാരിൽ നിന്ന് കൊണ്ടു നടന്ന യാത്രയിലും മറ്റുമൊക്കെ ഒഴിവുവേളകളിൽ ശംസുൽ ഉലമയെപ്പോലെ തസ്ബീഹ്മാല എപ്പോഴും കയ്യിലുണ്ടായിരുന്നു. വഫാത്തിന്റെ സമയം വരെ ആ തസ്ബീഹ്മാല ഉണ്ടായിരുന്നു. ആശുപത്രിയിലെ ICUവിൽ പോയി പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കണ്ടു വന്നപ്പോ പറഞ്ഞത്, ICUവിനകത്തും തസ്ബീഹ്മാല കയ്യിൽ പിടിച്ച് ദിക്റിലായി കഴിഞ്ഞുകൂടുകയാ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് മരിക്കുന്നത് വരെ. സുബ്ഹാനല്ലാഹ്, ആ ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ച, അങ്ങനെ മനോഹരമായി യാത്ര പറഞ്ഞ സൈനുൽ ഉലമ ശംസുൽ ഉലമയോ ഇതേപോലെ റബീഉൽ ആഖിറിൽ തന്നെ ആദ്യത്തെ തിങ്കളാഴ്ച സുബഹിന്റെ വാങ്കിന് നമ്മളൊക്കെ പല മജ്ലിസുകളിൽ നിന്ന് കേട്ടതല്ലേ അവസാനത്തെ വാക്ക്. അവിടെ കോഴിക്കോട്ടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ അവസാനത്തെ രാത്രിയും ആശുപത്രി കിടക്കയിൽ തഹജ്ജുദ് നിസ്കരിച്ചു. അതിനുശേഷം ദിക്റിലും വിറുദിലും ആ തസ്ബീഹ്മാല കയ്യിൽ പിടിച്ചുകൊണ്ട് സുബഹിയോടടുക്കുന്ന നേരം ഹാല് മാറുകയാ. മരണത്തിന്റെ അടയാളങ്ങളെന്ന് തോന്നിയപ്പോ അവിടെ യാസീനോദി പൂർത്തിയായി. അതാ സുബഹി ബാങ്ക് കേൾക്കുന്നു. സുബഹി ബാങ്കിന് ശംസുൽ ഉറക്കെ മറുപടി പറയുന്നു. അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബഹി ബാങ്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ മറുപടി പറയുന്നു. കൈ രണ്ടും ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുന്നു. ആ തസ്ബീഹ്മാല താഴെ വീഴുകയാ. കാലുകൾ ചേർത്ത് പിടിക്കുകയാ. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് കണ്ണടച്ച് പുഞ്ചിരിച്ച് ഉറങ്ങുകയാണ് എന്ന് ആളുകൾക്ക് തോന്നിയത്. അതായിരുന്നു വഫാത്ത്. വആഖിറു അൽഫാദിൽ അദാനി മുഖാരിനു ബിഅൻഫാസിഹിൽ ഉഖറല്ലതി ലം തുആഖബി. ബഹുമാനപ്പെട്ട ശൈഖുനാ മൗലാന KT മാന മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ സമസ്തയുടെ സെക്രട്ടറിയും വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ബഹുമാനപ്പെട്ട KT മാന മുസ്ലിയാർ അവറുകളാണ് ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ വരികൾ കുറിച്ചത്. അവസാനത്തെ ശ്വാസം, അവസാനത്തെ വാക്ക്, ബാങ്കിന്റെ അവസാനത്തെ കലിമയോട് ആ തിങ്കളാഴ്ച സുബഹിന്റെ ബാങ്കിന് മറുപടി പറഞ്ഞ് യാത്ര പറഞ്ഞ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് നമുക്ക് നൽകുന്ന പാഠം എന്താ? ആ രണ്ട് മഹാന്മാരെ
രണ്ടുപേരും യാത്രയായത് ഈ പുണ്യമായ റബീഉൽ ആഖിറില. ആ രണ്ട് മഹാന്മാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയ ആ മഹാൻ ശംസുൽ ഉലമയാണ് സമസ്തയുടെ അനന്തരാവകാശി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ സമസ്ത സ്ഥാപിച്ച ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുപ്പാപ്പയും വരക്കല തങ്ങളുടെ മുൻഗാമികളായ സാദാത്തുക്കളും അവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന വരക്കല മഖാമ് അത് സമസ്തയെ ഏൽപ്പിച്ചു. വരക്കല സാദാത്തുക്കളായ കുടുംബം ശംസുൽ ഉലമ വഫാത്താകുന്നതിന് മുമ്പ് ശംസുൽ ഉലമക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവിടെ ചെന്ന് കിടക്കാൻ. അവിടെ ചെന്ന് കിടന്നു. നിങ്ങൾ നോക്ക്, മുത്തുനബിയുടെ കൂടെ കിടക്കാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ആഗ്രഹിച്ചതുപോലെ ആ ആത്മീയ ബന്ധവും അള്ളാന്റെ റസൂല് മുത്തുനബിക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എല്ലാ കാര്യത്തിലും ആ ഒരു അടുപ്പം വന്നതെന്ത്? അള്ളാന്റെ റസൂലിന്റെ പിൻഗാമികളായി ദീൻ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം അവർക്കായതിന് തെളിവല്ലേ അതൊക്കെ? അവരുടെ ജീവിതവും യാത്രയും. ആരാണ് യഥാർത്ഥ സമസ്തയുടെ അവകാശി? വരക്കല തങ്ങളുപ്പാപ്പ സ്ഥാപിച്ച സമസ്തയുടെ അവകാശി ആരാ? ഇതിനൊരു അത്ഭുതം കൂടെ പറയട്ടെ. ഉസ്താദിന്റെ ശംസുൽ ഉലമയുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ, ഒരു ദാരിമി, എന്റെ പരിചയക്കാരൻ, അവിടെ ഖബർ കുഴിക്കാൻ തുടങ്ങിയപ്പോ അവിടെ പങ്കെടുത്ത സാക്ഷിയായ അദ്ദേഹം പറഞ്ഞൊരു അനുഭവം. ഖബർ കുഴിക്കാൻ വേണ്ടി അവിടെ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ഇപ്പൊ വരക്കൽ സിയാറത്തിന് മുമ്പ് നമ്മൾ കാണാം, അവിടെ മുറ്റത്ത് തന്നെ ഒരു കുളമുണ്ട്, ഒരു ചെറിയൊരു കുളം. അതിലെപ്പോഴും വെള്ളം ഉണ്ടാവാറുണ്ട്, വേനൽക്കാലത്തും വറ്റാത്ത ഒരു കുളം. അതിന്റെ തൊട്ട് പടിഞ്ഞാറ് വശത്താ ശംസുൽ ഉലമ കിടക്കുന്നത്. ആദ്യം അവിടെ ഖബർ ഒഴിക്കാൻ ആലോചിച്ചപ്പോ ആരൊക്കെ അഭിപ്രായം പറഞ്ഞു, ഇവിടെ ഈ കുളത്തിന്റെ തൊട്ട് ഖബർ ഒഴിച്ചാൽ ചിലപ്പോൾ ഖബറിൽ വെള്ളമായാലോ, പള്ളിയുടെ വടക്ക് വശത്ത് അപ്പുറത്ത് ഖബർ വെട്ടാന്ന് പറഞ്ഞു. അപ്പുറത്തേക്ക് പോയി അവിടെ ഒരു സ്ഥലം കണ്ട് അവിടെ ഖബർ കുഴിക്കാൻ തുടങ്ങി. ഒരല്പം മണ്ണ് മാന്തിയപ്പോഴേക്ക് വെള്ളം പൊന്തി അപ്പുറത്ത്. അപ്പൊ പിന്നെ ആളുകൾ പറഞ്ഞു, നമുക്ക് ഇവിടെ തന്നെ കുളത്തിന്റെ തൊട്ടടുത്ത് പടിഞ്ഞാറ് വശത്ത് അവിടെ ഖബർ കുഴിച്ചു. പക്ഷേ എത്ര താഴ്ത്തിയപ്പോഴും ഒരു തുള്ളി വെള്ളം കണ്ടില്ല. കാരണം ശംസുൽ ഉലമ ആഗ്രഹിച്ചത് ഒരു കറാമത്താ. വരക്കല തങ്ങളുപ്പാപ്പാന്റെ കാലിന്റെ ചോട്ടിൽ കിടക്കണം. വരക്കല തങ്ങൾ മാത്രമല്ല, വരക്കല മറ്റുള്ള മുൻഗാമികൾ, കറാമത്തിന്റെ ഉടമകളായ മഹാന്മാർ. വരക്കല സാദാത്തി പരമ്പരയിലെ ആദ്യത്തെ കണ്ണി ആരാന്നറിയോ? പുതിയങ്ങാടിയിൽ കടപ്പുറത്തെ പള്ളി പണിത ബഹുമാനപ്പെട്ട വരക്കല തങ്ങളുപ്പാപ്പാന്റെ 5ാം തലമുറയിൽപ്പെട്ട സയ്യിദ് ഹാമിദ് ബാലവി തങ്ങൾ അറേബ്യയിൽ നിന്ന് കടൽ മാർഗം കോഴിക്കോട്ടേക്ക് വന്ന് അവിടെ താമസമാക്കി സയ്യിദ് ഹാമിദ് ബാലവി തങ്ങൾ. ആ ബാലവി തങ്ങളെ നാട്ടുകാർ സ്വീകരിച്ചു. ആളുകൾ കാണാൻ ചെന്നു, അവരുടെ കറാമത്തുകൾ ബോധ്യപ്പെട്ടു, എല്ലാവരും ബഹുമാനിച്ചു. അവിടെ മുസ്ലിങ്ങൾ ധാരാളമുണ്ടായി. തങ്ങളുപ്പാപ്പ അവിടെ ജുമാ നടത്താനും ജമാഅത്ത് നടത്താനും ഒരു പള്ളി പണിത്, കടപ്പുറത്തെ പള്ളി എന്ന് അറിയപ്പെട്ടിരുന്നത്. ആ പള്ളി അത് പരിപാലിക്കാൻ ഓലമേഞ്ഞ പള്ളിയാ. അന്ന് വലിയ കെട്ടിടങ്ങൾ പോലും ഓലമേഞ്ഞതാ. ഓലമേഞ്ഞ കടപ്പുറത്തെ പള്ളി, അതിന്റെ ഓരോ വർഷവും പുതിയ ഓല കെട്ടിമേയുന്നത് ഒരു ഉത്സവ പ്രതീതിയാ. പുതിയങ്ങാടിയിൽ ഒരു ആഘോഷമാണ്. കാരണം സാമൂതിരി രാജാവ് വരും. സാമൂതിരി രാജാവ് പട്ടാളവും പരിവാരങ്ങളുമായി, ജോലിക്കാരുമായി രാജാവ് കൊട്ടാരത്തിൽ വെച്ച് പ്രത്യേകമായി തയ്യാറാക്കിയ മുന്തിയ ഓലയുമായി രാജാവിന്റെ വകയാണ് ഓലമേച്ചിൽ. തങ്ങളുപ്പാപ്പാന്റെ കടപ്പുറത്തെ പള്ളി രാജാവ് വന്നാണ് ആ കർമ്മം നടത്തുക. തള്ളി ഓലമേയും കെട്ടിമേയും പഴയ ഓല സാമൂതിരി രാജാവ് കൊണ്ടുപോയി കൊട്ടാരത്തിന്റെ മുകളിൽ വറക്കത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി വിരിക്കലാണ്. പിന്നെ ഒരു കൊല്ലം പഴക്കമുള്ള ഓല. സാമൂതിരിയുടെ ചരിത്രം, പുതിയങ്ങാടിയുടെ ചരിത്രം. ആ തങ്ങളുപ്പാപ്പാന്റെ 5ാമത്തെ തലമുറയിലെ പേരക്കുട്ടിയായിട്ട് വരക്കല തങ്ങൾ ജനിച്ചത്. ആ മഹാന്മാരായ സാദാത്തുക്കളുടെ അവരൊക്കെ അവിടെ കിടക്കുന്നു. അവരുടെ കാലിന്റെ ചോട്ടിലെ ഞാൻ കിടക്കാൻ പാടുള്ളൂ. ശംസുൽ ഉലമ ആഗ്രഹിച്ചു. അല്ലാഹു ആ ആഗ്രഹം പൂർത്തിയാക്കി കൊടുത്തു. മുഅ്മിനീങ്ങളെ, സമസ്തയുടെ ഹക്കായ വഴി ശംസുൽ ഉലമ നിലനിർത്തിയ വഴിയാണ് എന്ന് ബോധ്യപ്പെടാൻ ഇതിനപ്പുറം എന്ത് വേണം? അള്ളാന്റെ ഔലിയാക്കളൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കേരളത്തിലേക്ക് ദീനുൽ ഇസ്ലാം കൊണ്ടുവന്ന മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അല്ലേ, സ്വഹാബിമാരുടെ കൂട്ടത്തിലെ പ്രഗൽഭനാണ് എന്നതാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. സ്വഹാബത്തിന് ശേഷമാണ് എന്നും മുത്തുനബിയുടെ കാലത്ത് തന്നെ ദീൻ വന്നു. ചരിത്രത്തിൽ
ചെറിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മാലിക് ഇബ്നു ദീനാർ തങ്ങൾ കേരളത്തിലെ ഇസ്ലാമിക ദഅവത്ത് നടത്തിയ ആദ്യകാലക്കാരുടെ നായകനാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. കൊടുങ്ങല്ലൂർ മുതൽ മലബാറിലൂടെ ഒരുപാട് പള്ളികളുണ്ടായി, കാസർഗോഡ് വരെ എത്തി. അവിടെ അവരുടെ ദഅവത്ത് പൂർത്തിയാക്കി അവിടെ വെച്ച മാലിക് ഇബ്നു ദീനാർ തങ്ങൾ വഫാത്തായത്. നമ്മൾ അവിടെ സിയാറത്തിന് പോയാൽ കാണാ കാസർകോട്ടെ തളങ്കര പള്ളി, മാലിക് ഇബ്നു ദീനാർ തങ്ങൾ കിടക്കുന്ന മാലിക് ഇബ്നു ദീനാർ മസ്ജിദ്, ബഹുമാനപ്പെട്ടവരുടെ മഖബറ. അള്ളാഹു അവിടെയൊക്കെ പോയി സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ നോക്ക് മുഅ്മിനെ, ആ മഖബറ പരിപാലിക്കുന്നത് സമസ്തയാണ്, സമസ്തയുടെ മാനേജ്മെന്റാണ്. ആ മഖബറയിൽ നമ്മൾ ആരും അവിടെ ആരൊക്കെ സിയാറത്തിന് പോയി അവിടെ നേർച്ചയും സംഭാവനയും കൊടുത്താൽ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പാപ്പാന്റെ ആ മഖബറയുടെ തലക്കുമാത്ത നേർച്ചപ്പെട്ടിലൊക്കെ പൈസ ഇട്ടാൽ അവിടുത്തെ വരുമാനം കൊണ്ട് അവിടെ നടത്തുന്ന സ്ഥാപനങ്ങള്, ഒന്ന് ദാറുൽ ഹുദയുടെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ട്. അവിടുന്ന് അവർ പഠനം പൂർത്തിയാക്കി ചെമ്മാട് ദാറുൽ ഹുദയിൽ വരും, അവർ ഹുദയുമാരായി പുറത്തു വരും. സമസ്തയുടെ കീഴിലുള്ള യത്തീംഖാന അറബിക് കോളേജ്, അതേപോലെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, സമസ്തയുടെ ഖാദിമീങ്ങളായ മക്കളെ വളർത്തിക്കൊണ്ടുവരികയാണ്. കാരണം ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ തങ്ങൾക്ക് കറാമത്തുണ്ടെങ്കിൽ അത് അങ്ങനെ നടക്കൂ. അത് ഔലിയാക്കളുടെ വഴി അങ്ങനെയാ. കാസർകോട്ടെ നിരവധി അറിയപ്പെട്ട മഖബറകൾ. കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ പെരിങ്ങത്തൂര് താബീങ്ങളിൽപ്പെട്ട മഹാൻ സയ്യിദുന അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു അവിടെ കിടക്കുന്നു. ആ മഖബറ പരിപാലിക്കുന്നത് അവിടുത്തെ സ്ഥാപനങ്ങൾ സമസ്തയുടെ മാനേജ്മെന്റാ. അതേപോലെ നിലാമുറ്റം എന്ന് പറഞ്ഞാൽ ഇരിട്ടിയിലെ നിലാമുറ്റം സഹാബിമാരും താബീകളും ഒക്കെ കിടക്കുന്ന അറിയപ്പെട്ട മഖബറ പരിപാലിക്കുന്നത് സമസ്തയാണ്, സമസ്തയുടെ മാനേജ്മെന്റാ, സമസ്ത അംഗീകരിക്കുന്ന കമ്മിറ്റിയാ. അതേപോലെ ഇങ്ങ് വന്നാൽ വടകരയിൽ കുഞ്ഞിപ്പള്ളി ഫത്ഹുൽ മുഈൻ രചിച്ച കേരളത്തിന്റെ അഭിമാനമായ ശാഫിഈ ഫിഖ്ഹിലെ ലോകത്തറിയപ്പെട്ട കേരളത്തിൽ നിന്നുണ്ടായ കൃതി രചിച്ച ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളും വേറെയും ഔലിയാക്കൾ കിടക്കുന്ന വടകരയിലെ കുഞ്ഞിപ്പള്ളി സമസ്തയുടെ മാനേജ്മെന്റാ. അതേപോലെ കോഴിക്കോട് ജില്ലയില് ഇടിയങ്ങര ശൈഖ് പള്ളി ബഹുമാനപ്പെട്ട അലിയുൽ റളിയല്ലാഹു അൻഹു അവരൊക്കെ നിങ്ങൾ അറിയോ? പൊന്നാനിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കടപ്പുറം വഴി അങ്ങനെ നടന്നു. അപ്പോഴേക്ക് 3000-ലധികം ആളുകൾ ദീൻ സ്വീകരിച്ചു എന്ന പൊന്നാനിയിൽ നിന്ന് കടപ്പുറം വഴി കോഴിക്കോട്ടേക്ക് എത്തിയപ്പോഴേക്ക് 3000-ലധികം ആളുകൾ അവരുടെ പെരുമാറ്റവും അവരുടെ കറാമത്തും ഒക്കെ കണ്ട് അത്ര വലിയ ഉന്നതനായ ഔലിയാക്കൾ, ആ മഹാന്മാർ, അങ്ങനെയുള്ള പാരമ്പര്യമുള്ള അലിയുൽ ഹിംസി തങ്ങൾ കിടക്കുന്ന കോഴിക്കോട്ട് അപ്പവാണിപ നേർച്ചയൊക്കെ നടക്കുന്ന ഇടിയങ്ങര ശൈഖ് പള്ളി, ശംസുൽ ഉലമയുടെ സ്ഥാപനം, നന്ദിൽ മുസ്ലിയാരുടെ സ്ഥാപനം, ബഹുമാനപ്പെട്ട നന്ദി ദാറുസ്സലാം അറബിക് കോളേജ്, ദാരിമികൾ പുറത്തിറങ്ങുന്ന ആ അറബിക് കോളേജ്, ആ കമ്മിറ്റിയാണ് സമസ്ത നിയോഗിച്ച കമ്മിറ്റിയാണ് നടത്തുന്നത്. അവിടെ കിട്ടുന്ന വരുമാനം ദാരിമികളെ വളർത്തിക്കൊണ്ടുവരാനാ, അവിടെയുള്ള ഹിഫ്ദുൽ ഖുർആൻ കോളേജിലെ മക്കളെ പഠിപ്പിക്കാനാ. അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ CM വലിയുള്ളാഹി, മടവൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന CM വലിയുള്ളാഹി ആരാണ് ബഹുമാനപ്പെട്ടവര്? ഈ സദസ്സിൽ ജീവിച്ചിരിക്കുന്ന ആളുകളില്ലേ? CM വലിയുള്ളാഹി തങ്ങൾ ഒരുപാട് കറാമത്തുകൾ അനുഭവിച്ചവര്. അല്ലാഹുവോടൊക്കെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. CM വലിയുള്ളാഹിയും സമസ്തയും തമ്മിലുള്ള ബന്ധം. CM വലിയുള്ളാഹി വഫാത്തായി. കോഴിക്കോട് വെച്ച് ആദ്യത്തെ ജനാസ നിസ്കാരം നടന്നു. 10,000-കണക്കിന് ആളുകൾ, എത്രയോ ആളുകൾ പങ്കെടുത്ത ആദ്യത്തെ മയ്യത്ത് നിസ്കാരം CM വലിയുള്ളാഹിയുടെ പേരിൽ. അതിന് ഇമാമത്ത് നിന്നത് ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളാ. എന്തുകൊണ്ട്? അതൊക്കെ ഒരു നിയോഗമാണ്. ശംസുൽ ഉലമയുടെ ശിഷ്യനാണ് CM വലിയുള്ളാഹി. ശംസുൽ ഉലമയെ കിതാബ് ഓതി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ത്വരീഖത്തിന്റെ വഴിയിലും ആദ്യത്തെ ശൈഖ് ശംസുൽ ഉലമയ CM വലിയുള്ളാഹിയുടെ ആദ്യത്തെ ജനാസ നിസ്കാരം പിന്നെ മടവൂരിലേക്ക് കൊണ്ടുപോയി. എത്രയോ ജനങ്ങൾ പങ്കെടുത്ത വലിയ ജനാസ നിസ്കാരത്തിന് പിന്നെ നേതൃത്വം നൽകിയത് പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാ. മടവൂരിൽ മഹാനവറുകളുടെ മഖബറ, ആ മഖബറ ആരാ പരിപാലിക്കുന്നത്? നോക്കേ, മടവൂർ CM വലിയുള്ളാഹിയോട് ബഹുമാനമുണ്ടെങ്കിൽ, നമ്മൾ അവിടെ സിയാറത്തിന് പോകുന്നുണ്ടെങ്കിൽ, ആ മഖബറയിലേക്ക് എന്തെങ്കിലും നേർച്ചയോ സംഭാവനയോ നമ്മൾ കൊടുക്കുന്നെങ്കിൽ, അതുകൊണ്ട് CM വലിയുള്ളാഹി വളർത്തിക്കൊണ്ടുവരുന്നത് സമസ്തയുടെ മക്കളെയാണ്.
ബഹുമാനപ്പെട്ട മഹാനായ സമസ്തയുടെ ട്രഷറർ പാറന്നൂർ ഉസ്താദിന്റെ നേതൃത്വത്തിലായിരുന്നു കമ്മിറ്റി. ഇപ്പോ വാവാട് കുഞ്ഞിക്കോയ ഉസ്താദും സമസ്തയുടെ സയ്യിദ് ജിഫ്രി മുത്തക്കോയ തങ്ങളും അവരൊക്കെ നേതൃത്വം നൽകി സമസ്തയുടെ കീഴിലുള്ള അറബി കോളേജ് യതീംഖാന ആ വരുമാനം കൊണ്ട് നടത്തുന്നത് വലിയുണ്ടായി കറാമത്തുണ്ടെങ്കിൽ അങ്ങനെ അത് സംഭവിക്കൂ. മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ നോക്ക്, ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി മമ്പറം തങ്ങൾ പാപ്പ. ചില ആളുകള് നല്ല വരുമാനമുള്ള മക്ബറ മമ്പറത്തെ മക്ബറ. ചില ആളുകൾ ആ ജഫിരി കുടുംബത്തെ സ്വാധീനിച്ച് അത് വിലക്ക് വാങ്ങാൻ ശ്രമം നടത്തി, പക്ഷെ കിട്ടിയില്ല. അള്ളാന്റെ ഔലിയാക്കൾ അങ്ങനെ വിലക്ക് വാങ്ങാനൊന്നും കഴിയില്ലല്ലോ. അതൊക്കെ ചില മൂഢമായ ധാരണകളാണ്. പിന്നെ കോടതിയിലൊക്കെ കേസ് കൊടുത്തു നോക്കി, ഒരുപാട് ലക്ഷങ്ങൾ ചെലവാക്കി. വഖഫ് കോടതിയിലും സുപ്രീം കോടതി വരെയൊക്കെ കേസ് കൊണ്ടുപോയി നോക്കി, പക്ഷേ കാര്യം ഉണ്ടായില്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ദാറുൽ ഹുദ അത് പരിപാലിക്കുകയാണ് ഇപ്പോഴും. ഇപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും ചെറുശ്ശേരി ഉസ്താദും അവരൊക്കെ നേതൃത്വം നൽകുന്ന ദാറുൽ ഹുദ ഇപ്പോൾ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നമ്മുടെ ഈ സ്റ്റേജിൽ നിന്ന് ഏതാനും സമയം മുമ്പ് ഇറങ്ങിപ്പോയ തങ്ങളുപ്പാപ്പയും അതേപോലെ ബഹാഉദ്ദീൻ ഉസ്താദ് ജമലുല്ലൈലി തങ്ങള് ഉൾപ്പെടുന്ന ദാറുൽ ഹുദയുടെ കമ്മിറ്റിയാണ് മമ്പർത്തെ മക്കാമ് പരിപാലിക്കുന്നത്. അവിടെ വരുന്ന നേർച്ച, അവിടെ വരുന്ന സംഭാവന, അവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും അവിടെ സിയാറത്തിന് പോയാൽ കാണാ കുഞ്ഞു മക്കള് ദാറുൽ ഹുദയുടെ കീഴില് ഖുർആൻ ഹാഫിളീങ്ങളാകുന്ന മൗലദ്ദവീലായ ഹിഫ്ളുൽ ഖുർആൻ കോളേജില് മമ്പുറം തങ്ങൾ പാപ്പാന്റെ തൊട്ടുമുറ്റത്ത് ആ ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ കുഞ്ഞു മക്കൾ അവർ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് കുട്ടികൾ അവർ ഖുർആൻ പഠിച്ച് ഹാഫിളീങ്ങളായി മമ്പുറം തങ്ങൾ പാപ്പ തീറ്റിപ്പോറ്റിയാണ് അവരെ വളർത്തുന്നത്, അവർ പുറത്തു വരുന്നത്. ദാറുൽ ഹുദ കുട്ടികള്, കേരളക്കാര്, അതേപോലെ മറ്റുള്ള സ്റ്റേറ്റുകാര്, UP, ബംഗാൾ, ഒറീസ, രാജസ്ഥാൻ തുടങ്ങി മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെയുള്ള ഉത്തരേന്ത്യൻ കുട്ടികൾ ഉൾപ്പെടെ ആ കുട്ടികളെ ഒക്കെ പഠിപ്പിക്കുന്ന ദാറുൽ ഹുദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി. അത് മാത്രമല്ല, ആ പരിസരത്തെ മദ്രസകൾ, പള്ളികൾ അതിനൊക്കെ പരിപാലിക്കുന്ന ബഹുമാനപ്പെട്ട മമ്പുറത്തെ തങ്ങൾ പാപ്പ ആ മഖ്ബറക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് സമസ്തയാണ്, ദാറുൽ ഹുദയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ തൊട്ടടുത്തല്ലേ ബഹുമാനപ്പെട്ട വലിയുള്ളായി, ബഹുമാനപ്പെട്ട കിഴിശ്ശേരി ഉസ്താദ്, തൃപ്പനച്ചി മഹാനവറുകൾ അള്ളാന്റെ വലിയാണ്, കറാമത്തുകളെ കൊണ്ട് അറിയപ്പെട്ട ബഹുമാനപ്പെട്ടവർ കിടക്കുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചതാ. ഒരനുഭവം പറയാം. സമസ്തക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരാള് സമസ്തയിലേക്ക് വന്നു. സമസ്തക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരാൾ സമസ്തയിലേക്ക് വന്നു. എന്താ കാരണം എന്നറിയോ? അതിന്റെ കാരണം ബഹുമാനപ്പെട്ട സമസ്ത ജാമ്യയുടെ സമ്മേളനം നടക്കുന്ന ദിവസങ്ങളാണ്. ജാമ്യയുടെ സമ്മേളനം അന്ന് 3 ദിവസമാണ്, ഇപ്പൊ 5 ദിവസം നടക്കാറുള്ളത്. ജാമ്യ സമ്മേളനം നടക്കുന്ന ദിവസം ഒരാള് ഉസ്താദിനെ കാണാൻ ചെന്ന് എന്നിട്ട് പറഞ്ഞു, എന്റെ കാൽമുട്ട് വേദന, ശക്തമായ വേദനയാണ്, അതുകൊണ്ട് ഉസ്താദ് ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകര് ബക്കറ്റുമായി വരുന്നു. എല്ലാവരും ഒരു സ്വതക്ക ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടുകൂടെ നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മദ്രസക്ക് വേണ്ടി, പരിപാടിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ സ്വതക്കയും ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ അനുഭവ, മൂപ്പര് സമസ്തയിലേക്ക് വരാനുണ്ടായ കാരണം പറഞ്ഞ എന്താണെന്നറിയോ? ജാമ്യ സമ്മേളനത്തിനൊന്നും പോകാതെ, കാരണം സമസ്തക്ക് എതിരായി പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട്. പക്ഷെ കിഴിശ്ശേരി ഉസ്താദിനെ തൃപ്പനച്ചി വലിയുള്ളാഹി മഹാനവറുകളെ വലിയ വിശ്വാസ. അപ്പൊ ഈ വേദന പറയാൻ വേണ്ടി ചെന്നു. ജാമ്യ സമ്മേളനം പ്രഖ്യാപിച്ച പിന്നെ കിഴിശ്ശേരി ഉസ്താദിന്റെ രീതി എന്താണെന്നറിയോ? ജാമ്യയുടെ യോഗത്തിന് പോയിക്കോ, ഒക്കെ അങ്ങോട്ട് പറഞ്ഞേക്കല, അവിടെ പോയിക്കോ, അവിടെ സമ്മേളനത്തിന് പോയിക്കോ. രോഗം എന്ന് പറഞ്ഞാലും ജാമ്യ സമ്മേളനത്തിന് പോയിക്കോ എന്ന് പറയല. അവിടെ പങ്കെടുത്ത രോഗം മാറും, അവിടെ പങ്കെടുത്ത ആശ്വാസം കിട്ടും, ഇതാ പറയാ. അങ്ങനെ ഇദ്ദേഹത്തോട് പറഞ്ഞു. ഇദ്ദേഹം ചെന്നപ്പോൾ ഇയാളോടും പറഞ്ഞു, ജാമ്യയിൽ പോയിക്കോ, പട്ടിക്കാട്ടിക്ക് പോയിക്കോ, എന്റെ കാലുവേദനയൊക്കെ മാറും എന്ന് പറഞ്ഞു. അയാള് ജാമ്യ സമ്മേളനത്തിന് വന്നു. ഒരു അത്ഭുതം പോലെ അദ്ദേഹം പറഞ്ഞു, ജാമ്യ സമ്മേളനം സാധാരണ ചിലപ്പോ 2-3 കിലോമീറ്റർ ഒക്കെ നടക്കേണ്ടി വരും, ബസ്സിന് പോയാലും അല്ലെങ്കിൽ സ്വന്തം വണ്ടിക്ക് പോയാലും. കാരണം കണ്ടമാനം ആള് വരുമ്പോ എവിടെങ്കിലൊക്കെ വണ്ടി നിർത്തി അങ്ങനെ മൂപ്പരും മനസ്സ്, കാരണം വലിയ തൃപ്തിയൊന്നുമില്ല. പക്ഷെ എന്നാലും ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് പറഞ്ഞതല്ലേ, പോകന്നെ. ഒരു 2-3 കിലോമീറ്റർ വണ്ടി എത്തിയിടത്ത് എത്തി, അവിടെ നിന്ന് നടന്നു, അവിടെ എത്തി ആ ജാമ്യ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതുവരെ പല ചികിത്സയും മരുന്നും കഴിച്ച് മാറാത്ത കാൽമുട്ട വേദന അന്നത്തോടുകൂടെ മാറി.
ആ ഒറ്റ കാരണത്താൽ അദ്ദേഹം ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തകനായി. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവിടെ തൃപ്പനച്ചി ബഹുമാനപ്പെട്ട മഹാനായ വലിയുല്ലാഹി ആ മഖബറയും അവിടുത്തെ സ്ഥാപനങ്ങളും ഒക്കെ ജാമ്യയുടെ ജൂനിയർ കോളേജ് അപ്പോൾ അവിടെ നടക്കുന്നത് നമുക്കറിയാലോ. ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദിനൊന്നും ത്വരീഖത്തില്ല, കാളമ്പാടി ഉസ്താദിനൊന്നും ആത്മീയതല്ല, വെറും കുറെ ഫിഖ് അറിയുന്ന ഒരു പണ്ഡിതൻ മാത്രമാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചവര്. ആരാ കാളമ്പാടി ഉസ്താദ് എന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിനെ, കിഴിശ്ശേരി വലിയുല്ലാഹിയെ കാണാൻ പോയ അനുഭവങ്ങളുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാകും. ബഹുമാനപ്പെട്ടവരെ നമ്മൾ കാണാൻ പോയാൽ ചിലപ്പോൾ കാണൂല, ചിലപ്പോൾ നമ്മളെന്നും ചിലപ്പോൾ മൂപ്പര് ഓടി വല്ല വണ്ടിയിലും കയറിപ്പോവും, അല്ലെങ്കിൽ ചിലപ്പോ ആ പള്ളിയിൽ വാതിലടച്ചിരിക്കും. പലപ്പോഴും പല ആളുകളും കാണാതെ പോരേണ്ടി വരും, ചിലപ്പോൾ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ ചില ആളുകൾ ചെന്നാൽ പോകാൻ പറയും, ഒന്നും പറയാൻ സമ്മതിക്കില്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ആട്ടിവിടും. ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു ദിവസം ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ശൈഖുന കാളമ്പാടി ഉസ്താദ് ഇങ്ങോട്ട് വന്നു, തൃപ്പനച്ചിലി വന്നു ബഹുമാനപ്പെട്ടവരെ കാണാൻ. മഹാനായ തൃപ്പനച്ചി വലിയുല്ലാഹി ആ തലയെക്കെട്ട് അല്ലേ, വലിയ നീലം മുക്കിയതൊന്നുമല്ല, ഒരു പ്രത്യേക വേഷമൊക്കെയാണ്, എന്നാലും ആ തലയെക്കെട്ടുണ്ടാവും. ആ തലയെക്കെട്ട് ഊരി, എന്നിട്ട് ആ മുണ്ട് വിരിച്ചു. ആ തലയെക്കെട്ട് ഊരി ഒരു തിണ്ടത്ത് മുണ്ട് വിരിച്ചു. കാളമ്പാടി ഉസ്താദിന് ബഹുമാനത്തോടെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. കാളമ്പാടി ഉസ്താദ് പറഞ്ഞു, അത് വേണ്ട, ഞാൻ ഇപ്പുറത്ത് ഇരുന്നോളാം. അത് പറ്റൂല, നിങ്ങൾ ഇവിടെ ഇരിക്കണം. തലയിൽ ആ തലയെക്കെട്ട് വിരിച്ച് കാളമ്പാടി ഉസ്താദിനെ അതിൽ പിടിച്ചിരുത്തി. കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കൾ തമ്മിലുള്ള ബന്ധമാണ്. ആ മഹാനുഭാവനും ആ മഖ്ബറയും അവിടുത്തെ സ്ഥാപനവും ഒക്കെ സമസ്തയുടെ കീഴില. അങ്ങനെ പരിശോധിച്ച് നോക്ക്. എന്റെ ജില്ലയിൽ അതുവരെ പറയാ, അങ്ങനെ പറയാൻ പോയാൽ പിന്നെ സമയം കഴിഞ്ഞ് തീരൂല. എന്റെ ജില്ല പാലക്കാട് ജില്ലയാ. അമ്പംകുന്നത്ത് കിടക്കുന്നു അജ്മീർ ഫഖീർ വീരാൻ ഔലിയ പാവ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഖ്ബറയും അവിടെയുള്ള സ്ഥാപനങ്ങളും അത് പരിപാലിക്കുന്ന സമസ്തയുടെ മാനേജ്മെന്റാ. പൊട്ടച്ചിറ ബീവി ഒരുപാട് കറാമത്തുകൾ കൊണ്ട് അനുഗ്രഹീതയായ ശൈഖുന ശംസുൽ ഉലമ പോലും അവിടെ സിയാറത്തിന് വരും. ആ ബീവി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ശംസുൽ ഉലമ കറാമത്ത്, ശംസുൽ ഉലമക്ക് പോലും ആ ബീവിയുടെ കറാമത്തിലൂടെ ശംസുൽ ഉലമയുടെ മകളുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ശംസുൽ ഉലമക്ക് പോലും ആ ബീവിയുടെ കറാമത്ത് കിട്ടിയിട്ടുണ്ട്. അത്ര വലിയ അറിയപ്പെട്ട പൊട്ടച്ചിറ ബീവി കിടക്കുന്ന ആ പൊട്ടച്ചിറ മഖ്ബറയും അവിടുത്തെ അൻവരിയ അറബി കോളേജും അതൊക്കെ സമസ്ത നിയോഗിക്കുന്ന കമ്മിറ്റിയാണ് പരിപാലനം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഔലിയാക്കൾ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ മുതൽ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി വലിയുല്ലാഹി, കണ്യാല മൗല ഉൾപ്പെടെ ഈ അടുത്തുപോയ ഔലിയാക്കൾ, ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാരഥന്മാർ, ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ശൈഖുന പറപ്പൂർ ഉസ്താദ്, അങ്ങനെയുള്ള സൂഫി വര്യന്മാര് ഔലിയാക്കൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെയാ. അവര് സമസ്തയുടെ പ്രവർത്തകരും സമസ്തയുടെ നായകന്മാരുമാണ്. ഇത് ഹക്കായ വഴിയാ. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ ഇങ്ങനെ മഹാന്മാരുടെ ജീവിതവും അവരുടെ ദറജയും ഒക്കെ നമുക്ക് ഏറ്റവും വലിയ അത്ഭുതമായി തീരുന്നത്. കഴിഞ്ഞ മിഅ്റാജിന്റെ രാവ്, ഈ ഒരു കൊല്ലത്തിനിടക്ക് വഫാത്തായ പ്രധാനപ്പെട്ട 3-4 നേതാക്കൾ കഴിഞ്ഞ മിഅ്റാജിന്റെ രാവ്, മക്കയിലും മദീനയിലുമൊക്കെ അന്ന് മിഅ്റാജിന്റെ രാവാണ്. ആ രാത്രിയാണ് ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ബഹുമാനപ്പെട്ടവരെ ഖബറടക്കം ചെയ്ത ഖബറിലെ ആദ്യത്തെ രാത്രി നമ്മുടെ ഇവിടെ ഈ നാട്ടിൽ പിറ്റേ ദിവസം മിഅ്റാജിന്റെ രാവാ. ആ പുണ്യമായ രാത്രിയില് ഇശാ കഴിഞ്ഞ നേരത്ത് മക്കള്, പേരക്കുട്ടികള് എല്ലാവരും ഇൽമിന്റെ അഹ്ലുകാരാണ്. അവരെയൊക്കെ റൂമിലേക്ക് വിളിപ്പിച്ചു ശൈഖുന കോയക്കുട്ടി ഉസ്താദ്. സ്ത്രീകളോട് പുറത്ത് മാറി നിൽക്കാൻ പറഞ്ഞു. ജ്യേഷ്ഠന്റെ മകൻ, അവരുടെ പേരക്കുട്ടികളൊക്കെ ഇൽമിന്റെ അഹ്ലുകാരാ. ഫൈദിമാര്, ഹുദവിമാര്, അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞു, നമുക്ക് നമ്മുടെ ദിക്റിന്റെ ഹൽഖ ഒന്ന് നടത്തണോ? അള്ളാന്റെ വലിയ സമസ്തയുടെ നായകനുമായിരുന്ന ശൈഖുന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ വലിയുല്ലാഹി ബഹുമാനപ്പെട്ടവരെ ഇജാദത്ത് കൊടുത്ത പ്രത്യേകമായ ദിക്റിന്റെ ഹൽഖ
ചാപ്പനങ്ങാടി ഉസ്താദിന്റെ നേരിട്ട് ഇജാസത്ത് കിട്ടിയ ബഹുമാനപ്പെട്ട ശൈഖുന മഹാനായ കോയക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാൻ, അല്ലാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ആ ദിക്റിന്റെ ഹൽഖ ഓരോ ഔലിയാക്കളിലേക്ക് പ്രത്യേകം ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അതിന്റെ എണ്ണം പൂർത്തിയാക്കി പ്രത്യേക സ്വലാത്തുകൾ ചൊല്ലി ഏറെക്കുറെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദിക്റിന്റെ ഹൽഖ അത് മുഴുവനും അതിന്റെ ചിട്ടയോടെ ചൊല്ലി പൂർത്തിയാക്കി ദുആ ചെയ്തു. കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞു കുറച്ച് വെള്ളം വേണം, വെള്ളം വാങ്ങി കുടിച്ചു. പിന്നെ ഹാല് മറിയാണ്, ശ്വാസത്തിന്റെ ഗതി മാറുക, കണ്ണ് മറിഞ്ഞു പോകുക, പിന്നെ സംസാരം നിർത്തി. അപ്പോൾ ബഹുമാനപ്പെട്ട മക്കൾക്ക് അവർക്ക് മനസ്സിലായി ഉസ്താദിന്റെ അവസ്ഥ മാറുകയാ, മരണത്തിന്റെ അടയാളങ്ങൾ കാണുകയാ. അപ്പോൾ യാസീൻ ഓതി ഇന്നാ സ്വഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹു ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗ്ഗക്കാർ സൂറത്ത് യാസീനിലെ സ്വർഗ്ഗക്കാരുടെ മദ്ഹുകൾ, ആ സ്വർഗ്ഗക്കാരുടെ ഫളലുകൾ പറഞ്ഞ് എന്നിട്ടോ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരെ പറഞ്ഞിട്ട് അതിന്റെ അവസാനത്തെ അല്ലാഹുവിന്റെ സലാം കിട്ടുന്ന സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം ആ ആയത്തെത്തിയപ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉസ്താദിന്റെ ശ്വാസത്തിന്റെ ഗതി അത് കൂടുതൽ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ മകൻ ബഷീർ ഫൈൽ കലിമ ചൊല്ലിക്കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കലിമ ഉറക്കെ തന്നെ 3 തവണ ഏറ്റു ചൊല്ലി കണ്ണടച്ചു, ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. ഈ ലോകത്തോട് ആ പുണ്യമായ രാത്രിയില് ആ ദിക്റിന്റെ ഹൽഖ നടത്തി യാസീൻ ഓതുന്നതിനിടയിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ബഹുമാനപ്പെട്ട ശൈഖുന, ബഹുമാനപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഖബർ ഒരുക്കി തയ്യാറാക്കി വെച്ചിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ഖബർ നേരത്തെ ഒരുക്കിയിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശിഷ്യന്മാരെ ഒക്കെ വിളിച്ച് ഒരു ദിവസം ഒരു ആഗ്രഹം പറഞ്ഞു, വീടിനോട് ചേർന്ന് ഇവിടെ ഒരു മജ്ലിസ് ഉണ്ടാക്കണം, ഒരു കുത്തുബ്ഖാന ഉണ്ടാക്കണം എന്നും ആഗ്രഹമുണ്ട്. എന്നിട്ട് പറഞ്ഞു അതോടൊപ്പം ഞങ്ങൾക്ക് 2 ആൾക്കും ഇവിടെ ഖബറും വേണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ ഉസ്താദിന്റെ ജ്യേഷ്ഠനും സമസ്തയുടെ നേതാവായിരുന്ന ആനക്കര കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ശിഷ്യന്മാരൊക്കെ കൂടി പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ കൂടി ഇൻഷാ അല്ലാഹ് അതിന് പ്ലാനൊക്കെ തയ്യാറാക്കി അതിന് ചെറിയ രൂപത്തിൽ ഒരു മജ്ലിസും ഒരു കുത്തുബ്ഖാനയും ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാനൊക്കെ അന്ന് അതിന് സംവിധാനങ്ങൾ ഒരുക്കി അവരതിനു വേണ്ടി പ്രവർത്തിക്കുക. ഒരു ദിവസം അതിന്റെ കൺവീനറെ പെട്ടെന്ന് ഉസ്താദ് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആ ഖബറിന്റെ പണി വേഗം തുടങ്ങണം എന്ന് പറഞ്ഞു. അതിന് വലിയ ചെലവൊന്നും വേണ്ടല്ലോ, ബിൽഡിംഗ് ഉണ്ടാക്കാനല്ലേ കൂടുതൽ ഫണ്ടും പിരിവൊക്കെ, ഖബറിന്റെ പണി പെട്ടെന്ന് തുടങ്ങണമെന്ന് ഉസ്താദ് പറഞ്ഞ പിറ്റേ ദിവസം 2 ഖബർ കുഴിച്ചു. അന്ന് വൈകുന്നേരത്ത് ഉസ്താദിന്റെ ജ്യേഷ്ഠൻ ബഹുമാനപ്പെട്ടവർ വഫാത്തായി. ആദ്യത്തെ ഖബറിൽ അവരെ ഖബറടക്കി. തൊട്ടടുത്ത് മറ്റേ ഖബർ, ആ ഖബർ കോയക്കുട്ടി ഉസ്താദിന് വേണ്ടി അവിടെ സിയാറത്തിന് പോകുമ്പോൾ ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ അവിടെ സിയാറത്ത് ചെയ്യും. ഇക്കാക്ക് ജ്യേഷ്ഠനെ അവർ വളരെ വലിയ സ്നേഹബന്ധമായിരുന്നു. തനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച ഖബർ നോക്കിക്കണ്ട് ഏത് സദസ്സിൽ വന്നാലും, നിങ്ങളൊക്കെ കോയക്കുട്ടി ഉസ്താദിന്റെ ദുആ മജ്ലിസിൽ പങ്കെടുത്തിട്ടില്ലേ, ഒരു നസീഹത്ത് ഉണ്ടാവും, ചെറിയൊരു നസീഹത്ത്. ആ നസീഹത്ത് തുടങ്ങ തന്നെ മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാ. മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ മരിച്ചു പോകണ്ടേ എന്ന് ചോദിച്ചിട്ട് തുടങ്ങാണ് ഉപദേശം. മരണത്തെക്കുറിച്ച് പറഞ്ഞ്, ദിക്റിനെ കുറിച്ച്, ദുആയെക്കുറിച്ച് പറഞ്ഞ് ആ ദിക്റിന്റെ ഹൽഖ നടത്തി ആയിരക്കണക്കിന് മജ്ലിസുകളിൽ ദുആക്ക് നേതൃത്വം നൽകിയ ആ ശൈഖുന ആ ജീവിതവും ആ യാത്രയും മനോഹരമായി അങ്ങനെ യാത്ര പറഞ്ഞു. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ യാത്രയായി. തൊട്ടടുത്താണ് ബഹുമാനപ്പെട്ട മഹാനായ സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ ഉസ്താദ് വഫാത്തായത്. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ഒരുപാട് മഹാന്മാരുടെ ഉസ്താദാ ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ ഉസ്താദിനെ പലപ്പോഴും നമ്മളൊക്കെ അറിയാൻ വൈകി അല്ലേ, നമ്മളൊക്കെ പലപ്പോഴും അറിയാം, അവരൊക്കെ വഫാത്തായി അതിനുശേഷം. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ പ്രധാനപ്പെട്ട ഉസ്താദാണ് സമസ്തയുടെ പ്രസിഡന്റായി കഴിഞ്ഞ മാസത്തിൽ വഫാത്തായ കുമരംപുത്തൂർ AP ഉസ്താദ്.
ബഹുമാനപ്പെട്ട ശൈഖുന MT ഉസ്താദിന്റെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ട ഈ അടുത്ത് വഫാത്തായ കൂട്ടുമല വാപ്പു ഉസ്താദിന്റെ ഉസ്താദ, പ്രഗത്ഭരായ സമസ്തയുടെ നേതാക്കന്മാരുടെ ഉസ്താദ. 21.5 കൊല്ലം ഓതി ദർസിലും ജാമിയയിലുമായി മുഹഖിഖായ പണ്ഡിതന ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദിനെ മുഹഖിഖുൽ ഉലമ എന്ന് വിശേഷിപ്പിച്ചത് അള്ളാന്റെ വലിയായിരുന്ന കണ്യാല മൗല ഖദ്ദസല്ലാഹു സിർറുൽ മഹാനവറുകളാണ്. ഇത് സാധാരണ ഒരു പണ്ഡിതന് തഹ്ഖീഖുള്ള മുഹഖിഖുൽ ഉലമയാണ് എന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് ശിഷ്യന്മാരുള്ള ബഹുമാനപ്പെട്ട ശൈഖുന കുമരംപുത്തൂർ ഉസ്താദ് ജീവിതത്തിലെ ഓരോ സമയങ്ങളിലും വളരെ എല്ലാ സുന്നത്തുകളും പാലിച്ച് വളരെ വലിയ ആബിദായിരുന്നു. ഞങ്ങൾക്കൊക്കെ എത്രയോ അനുഭവങ്ങളാണ്. കറാഹത്ത് പോലും വന്നു ചേരാതെ വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച വളരെ മുത്തഖിയായ വളരെ ആബിദായ ബഹുമാനപ്പെട്ട ശൈഖുന വഫാത്താകുന്നതിന് മുമ്പ് തന്നെ മരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 2-3 കൊല്ലം മുമ്പ് തന്നെ മക്കളൊക്കെ ആലിമീങ്ങളാണ്, നല്ല ഉലമാക്കളാ. ഉസ്താദിന്റെ മക്കള് പേരക്കുട്ടികളൊക്കെ ഇൽമിന്റെ അഹ്ലുകാരാ. ഉസ്താദ് ഒരു വസിയത്ത് എഴുതി വെച്ചു മരിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ്. എന്താ വസിയത്ത്? ഞാൻ മരിച്ചാല് എവിടെയാണ് ഖബർ കുഴിക്കേണ്ടത്? കുമരംപുത്തൂർ പള്ളിയിൽ ആ ഖബറിന്റെ സ്ഥാനം ഇവിടെയായിരിക്കണം എന്റെ ഖബർ. ബഹുമാനപ്പെട്ട ഉസ്താദ് കാണിച്ചു കൊടുത്ത് വസിയത്ത് ചെയ്തു. ഞാൻ മരിച്ചാൽ 14 ദിവസം ഖബറുകൾ ഖുർആനോത്ത് നടത്തണം, ഖത്തപ്പുര കെട്ടി ഖുർആനോദണം. അതിന് ചെലവഴിക്കാൻ, ഞാൻ മരിച്ചാൽ കഫൻ തുണി വാങ്ങാൻ, ഖബർ കുഴിക്കാൻ കൊടുക്കാൻ, മരണാനന്തര ചെലവുകൾക്ക് അവിടുത്തെ മദ്രസ ഉസ്താദ് അങ്ങേയറ്റം സ്നേഹിച്ച എല്ലാ ശനിയാഴ്ചയും മദ്രസയിൽ പോകും. മദ്രസയുടെ ഭാരവാഹിയായിരുന്നു, സ്വന്തം മഹല്ലിലെ ഖാദിയായിരുന്നു. സ്വന്തം നാട്ടിലെ മഹല്ലുകാരും മദ്രസക്കാരും എന്ത് കാര്യവും ഉസ്താദിനോട് ചോദിച്ചിട്ട് ചെയ്യൂ. ആ മദ്രസയിൽ എല്ലാ ശനിയാഴ്ചയും പോകും. കുട്ടികളുടെ കാര്യം, ഉസ്താദുമാരുടെ കാര്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെ അങ്ങേയറ്റം സ്നേഹിച്ച ആ മദ്രസയിൽ എന്റെ ജനാസ മയ്യത്ത് കൊണ്ടുപോയി വെക്കണം എന്നൊക്കെ വസിയത്ത് ചെയ്ത് ബഹുമാനപ്പെട്ട ശൈഖുന വഫാത്തായി. വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മരണാനന്തര കർമ്മങ്ങളും അതിന്റെ ചെലവ് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ചെയ്യാമെന്ന് നേതാക്കൾ പറഞ്ഞപ്പോ മക്കളോട് അഭിപ്രായം ചോദിച്ചപ്പോ അവർ പറഞ്ഞു അത് വേണ്ട. കാരണം ഉപ്പാന്റെ വസിയത്ത് ഒരു കവറില് ഈ വസിയത്ത് എഴുതി അതിനൊക്കെ ആവശ്യമായ ഒരു സംഖ്യയും നിക്ഷേപിച്ച് ഇക്കാക്കാന്റെ കയ്യിൽ, മൂത്ത ജ്യേഷ്ഠന്റെ കയ്യിൽ ആ കവർ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ നോട്ട് മാറിയ വിഷയം വന്നപ്പോഴാണ് ആ കവർ തുറന്ന് പഴയ നോട്ട് മാറ്റി ഞങ്ങൾ അതിൽ പുതിയ നോട്ട് അപ്രകാരം ആ കണക്കിന് വെച്ചിട്ടുള്ളത്. ഉപ്പാന്റെ പണം തന്നെയുള്ളൂ, ഉപ്പാക്ക് വേണ്ടി ചെലവഴിക്കാൻ എന്ന് പറയുമ്പോ മരിക്കാൻ വേണ്ടി നേരത്തെ ഒരുങ്ങിയവര് വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള 2 ദിവസം അബോധാവസ്ഥയിലായിരുന്നു. റബീഉൽ അവ്വലിലെ വ്യാഴാഴ്ച പുലർച്ചെയാണ് വഫാത്തായത്. മരിക്കുന്നതിന്റെ ഏറെക്കുറെ അരമണിക്കൂർ മുമ്പ് ഓർമ്മ വന്നു. അത്ഭുതം. അരമണിക്കൂർ മുമ്പ് ഓർമ്മ വന്നു, കണ്ണു തുറന്നു, അല്പം വെള്ളം കൊടുത്തു, അത് കുടിച്ചു. കൂടെയുള്ള മക്കള് ശിഷ്യന്മാര് ICUവിലാണ്. പക്ഷേ തച്ചമ്പാറയിൽ ഹോസ്പിറ്റലുകാരും ICUവിൽ തന്നെ മക്കൾക്കും കാണുന്നവർക്കൊക്കെ ആ സമയത്ത് ചെല്ലാൻ അനുവാദം കൊടുത്തു. എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുകയാണ്. എല്ലാവരും വലിയ ആശ്വാസത്തിലായി, സന്തോഷത്തിലായി. കാരണം ഓർമ്മ വന്ന് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ച് റാഹത്തായത് കണ്ടപ്പോ അങ്ങനെ ഇരിക്കുന്ന അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാ സുബ്ഹാനല്ലാഹ് വ്യാഴാഴ്ച പുലർച്ചയിലേക്ക് പ്രവേശിച്ച സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറച്ചൊല്ലിക്കൊണ്ട് പുഞ്ചിരിയോടെ കണ്ണടച്ചത് എന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ വന്നു. വളരെ വലിയ അസറുള്ള മഹാനാണ്. ശംസുൽ ഉലമയുടെ ശിഷ്യൻ എന്ന് മാത്രം പറഞ്ഞ ശംസുൽ ഉലമയുടെ മുരീദാണ്. കേവലം ഒരു ശിഷ്യനല്ല, ശംസുൽ ഉലമയുടെ മുരീദാണ്. ബഹുമാനപ്പെട്ട ശിഷ്യരെ എല്ലാവർക്കും ഒപ്പം ചിലപ്പോൾ നിൽക്കേണ്ടി വരും. ശംസുൽ ഉലമ അന്ന് നിലനിന്ന ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ സ്വീകരിച്ചു. അതിന് സമ്മേളനം നടത്തി സമരം ചെയ്തു. മുന്നിൽ നിന്ന് പോരാടി. അന്ന് ആ സമരം വിജയിച്ചിട്ടുണ്ട്. ഇപ്പോ ശൈഖുൽ ജാമിഅ പേഴ്സണൽ ലോ ബോർഡിന്റെ മെമ്പറാണ്. പേഴ്സണൽ ലോ ബോർഡിന് വിലണ്ട്, കോടതിയിൽ വിലണ്ട്. ഭരണാധികാരികൾ അംഗീകരിക്കും. ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയം വന്നാൽ കോടതികൾ പോലും പേഴ്സണൽ ലോ ബോർഡിന്റെ അഭിപ്രായം ചോദിക്കാറുണ്ട്. അതുകൊണ്ട്
പേഴ്സണൽ ലോ ബോർഡ് മുഖേന കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം പറയാനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. 3 ദിവസത്തെ യോഗം അന്ന് നടന്നപ്പോ സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ, ശരീഅത്ത് സംരക്ഷിക്കാൻ ഫണ്ട് വേണം, ഓരോ സ്റ്റേറ്റും അതിന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ കേരളത്തിൽ നിന്ന് ഞങ്ങളുടെ വകയായി, സമസ്തയുടെ വകയായി 10 ലക്ഷം രൂപ തരാം എന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞു. അപ്പോ റാബിയ നദവി ഉൾപ്പെടെയുള്ള അതിന്റെ ഉന്നത നേതാക്കൾ പറഞ്ഞു, ആവശ്യമുള്ള സംഖ്യ ഓരോ സ്റ്റേറ്റിനും വിഭജിക്കുമ്പോൾ നിങ്ങൾ അത്ര തരണ്ട, നിങ്ങൾ 7 ലക്ഷം തന്നാ മതി. മറ്റുള്ള സ്റ്റേറ്റുകാരൊക്കെ കുറഞ്ഞത് പറഞ്ഞപ്പോ ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഈ 10 ആണോ അതിലധികം വേണമെങ്കിൽ തരാൻ ഞങ്ങൾ തയ്യാറാണ്, കാരണം ശരീഅത്തോടെ നിലനിൽക്കണം. അതിനുവേണ്ടി കുട്ടി ഉസ്താദ് 3 ദിവസം അവിടെ യോഗത്തിൽ പങ്കെടുത്തു. ഉസ്താദിന്റെ കൂടെ ഖിദ്മത്ത് ചെയ്യാൻ കൊൽക്കത്തയിലെ ബംഗാളിയായ ഒരു സുഹൃത്ത്, എന്റെ സുഹൃത്ത് ഇദ്രീസ് അലി, അദ്ദേഹം ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നു ഖിദ്മത്ത്. ഇദ്രീസ് അലി പറയാ, അദ്ദേഹം ബംഗാളിയാ, കൊൽക്കത്തക്കാരൻ. അദ്ദേഹം പറയാണ്, രാത്രിയൊക്കെ വൈകി റൂമിൽ വന്നാൽ ഉസ്താദ് നേരത്തെ എഴുന്നേൽക്കും, 3 മണിക്ക് എഴുന്നേൽക്കും. എപ്പോ വന്ന് കടന്നാലും 3 മണിക്ക് എഴുന്നേൽക്കും, വുളൂ ചെയ്ത് ഖുർആൻ ഓതും, ദിക്ർ ചൊല്ലും. എന്നിട്ട് അവിടെ അടുത്തുള്ള പള്ളിയിലേക്ക് സുബൈക്ക് ജമാഅത്തിന് പോകും. ഈ ബംഗാളി അത്ഭുതം പറയാ, ആലിക്കുട്ടി ഉസ്താദിന്റെ ഇബാദത്തൊക്കെ കണ്ടിട്ട് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. 10 ലക്ഷം ജനങ്ങൾ നമ്മളൊക്കെ ഒപ്പിട്ട് ഇന്ത്യ രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പാക്കരുത് എന്ന് പറഞ്ഞ് ആ ഒപ്പിട്ട രേഖ നേരിട്ട് കൊടുക്കാനാണ് റാബിയ നദിയെ ജാമ്യയിലേക്ക് കൊണ്ടുവന്ന് ഇപ്രാവശ്യത്തെ സമ്മേളനത്തില് ഏറ്റവും വലിയ ഒരു കർമ്മമായി ലക്ഷങ്ങൾ തക്ബീർ ചൊല്ലി നമ്മുടെ ആവശ്യം കോടതിയിലും ഗവൺമെന്റിനും നൽകാൻ അത് പേഴ്സണൽ ലോ ബോർഡിനെ ഏൽപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ സമസ്ത ശരീഅത്തിന് വേണ്ടി, സമസ്ത ഈ സമുദായത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, മതഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി, സമുദായത്തിന്റെ ഇസ്സത്തിന് വേണ്ടി, ആത്മീയമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വിശുദ്ധമായ പ്രസ്ഥാനമാണ്. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ. സമസ്തയുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ മദ്രസയുടെ പ്രവർത്തനങ്ങൾ എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ദുആയോടുകൂടെ നമുക്ക് അവസാനിപ്പിക്കണം. നിങ്ങളൊക്കെ വളരെ നേരത്തെ വന്നവരാണ്, പല ആളുകളും ഭക്ഷണം കഴിച്ചിട്ടില്ല. അസറിന് തന്നെ വന്ന് പിന്നെ വീട്ടിൽ പോകാത്ത ആളുകളുണ്ട്, ഉമ്മമാര്, പെങ്ങന്മാര്, കുഞ്ഞുമക്കളൊക്കെ ഉണ്ട്. ഏറെക്കുറെ 10 മണിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. നമുക്ക് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ.